എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് വീണ്ടും ഉത്തരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആയിരത്താണ്ടുകളായി തുടരുന്ന ഐത്തം പോലുള്ള ആചാരത്തെയും ഇപ്പൊ ഗുർദാസ് ആലം എന്നൊരു കവി ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോ ഐത്തം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഏറെക്കുറെ അതില്ലാതായിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏറെക്കുറെ എന്നേ പറയുന്നുള്ളൂ, അബോധത്തിൽ ജാതി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ ദലിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ഇപ്പോഴും ആ രീതിയിൽ അകറ്റപ്പെടുന്നുണ്ട്. അപ്പോ ഗുർദാസ് ആലത്തിന്റെ ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഡോക്ടർ, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിത്തരണേ. എത്ര വർഷം ചികിത്സിച്ചിട്ടും ഈ ഐത്തം മാറിയില്ല. ഗംഗയിൽ പലകുറി കുളിച്ചു. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ് വൈദ്യന്മാരെല്ലാം നാടി പിടിച്ച് പരിശോധിച്ചു. അവർ പറഞ്ഞതൊക്കെ ചെയ്ത് തളർന്നു. ഉള്ള കാശ് മുഴുവനും പോയി. ഐത്തം ഇപ്പോഴും നിഴലുപോലെ കൂടെ തന്നെ മന്ത്രച്ചരട് കൊണ്ടും ഫലമുണ്ടായില്ല. ജ്ഞാനസ്നാനം ചെയ്തിട്ട് കൂടി ഒരു ഗുണവും കാണുന്നില്ല ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഐത്തക്കാരൻ ഡോക്ടറോട് എന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ ദീർഘമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു തിരിച്ചറിവാണ്. ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എങ്ങനെ ഓടിക്കപ്പെട്ടു, ഞങ്ങൾ എങ്ങനെ ഭ്രാന്തവൽകൃതരായി എന്നതിന്റെ ഒരു അന്വേഷണം കൂടിയാണ്. ദലിത് സാഹിത്യം ഇന്ന് തന്നെ ഒരർത്ഥത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് ഫലമുണ്ടായിരിക്കുകയാണ്. ഒന്നാം തലമുറയിലേത് നമുക്കറിയാം, അവരുടെ പരിവേദനങ്ങളും രോക്ഷപ്രകടനങ്ങളും തീപ്പാറുന്ന ചോദ്യങ്ങളും കൊണ്ട് മുഖരിതമായിരുന്നു. അതേസമയം രണ്ടാം ഘട്ട ദലിത് സാഹിത്യം എന്ന് മൂല്യങ്ങളുടെ ആഘോഷമായി സാഹിത്യത്തെ മാറ്റുകയാണ്. ആദിവാസികളുടെ അനുഭവ ലോകം ദളിതരെക്കാൾ തീക്ഷ്ണമാകിയാൽ അവരുടെ ആവിഷ്കാരങ്ങൾ അത്യുഗ്ര സ്ഫോടന ശേഷിയുള്ളതാണെന്ന് നമുക്കിന്ന് പറയുവാൻ സാധിക്കും. ഭൂതകാലത്തിലെ ചോരയൊലിക്കുന്ന അനുഭവ ലോകം ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട ചരിത്രം വീണ്ടെടുക്കാനും വർത്തമാന കാലത്തെ തല കീഴായി കെട്ടിത്തൂക്കി വിചാരണ ചെയ്യുവാനും അവർ സാഹിത്യത്തെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാൽ സിംഗ്ദലിന്റെ ആദിവാസി സ്ത്രീകൾ എന്നൊരു കവിത വളരെ പ്രസിദ്ധമാണ്. ആ കവിതയിൽ ഇങ്ങനെ കാണാം: ആദിവാസി സ്ത്രീകൾ വരുന്നു, ഒക്കത്ത് കുഞ്ഞുങ്ങളെയും വെച്ച് പാതി അഴുകിയ പഴങ്ങൾ വാങ്ങിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ രാജ്ഞിമാരായിരുന്നു, കാട്ടിലേക്ക് വിവാഹം അയച്ചവർ. ഈ അരിവാൾ ഞങ്ങളുടെ പുരുഷന്മാരുടെ കയ്യിലെ വാളുകളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീണ്ട കവിത ആദിവാസി സ്ത്രീകൾ എന്നൊരു കവിതയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആദിവാസി സാഹിത്യം ദലിത് സാഹിത്യത്തെ പോലെ തന്നെ പഴയ കാവ്യമീമാംസ പടിയടച്ചു പുറത്തു നിർത്തിയ പദാവലികളെയും ഗ്രാമ്യം, ശുദ്ധസംസ്കാരം, അശ്ലീലം തുടങ്ങിയ പേരുകളിട്ട് മാറ്റി നിർത്തിയിരുന്ന വാക്കുകളെയും പ്രയോഗങ്ങളെയും സാഹിത്യത്തിന്റെ കേന്ദ്രസ്ഥലിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൗരസ്ത്യ സിദ്ധാന്തങ്ങളിൽ ഇപ്പോൾ സഭ്യം, അസഭ്യം എന്ന് ഭാഷയെ തരംതിരിക്കാറുണ്ട്. സഭയിൽ പറയാൻ പറ്റുന്നത്, സഭയിൽ പറയാൻ പറ്റാത്തത്. ഇപ്പോൾ സംസ്കൃത നാടകങ്ങളിലൊക്കെ തന്നെ പുരുഷന്മാർ സംസ്കൃതം സംസാരിക്കുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാകൃതമാണ് സംസാരിച്ചിരുന്നത്. സ്ത്രീകൾക്ക് അവിടെ സംസ്കൃതം പറയുന്നത് വിലക്കിയിരുന്നു. അതേസമയം തന്നെ ദലിത്, സബാൾട്ടൻ എന്നൊക്കെ നമ്മൾ പറയുന്ന വിഭാഗങ്ങളുടെ ഭാഷയെയോ സംസ്കാരത്തെയോ ജീവിതത്തെയോ സാഹിത്യത്തിൽ പൗരാണിക കാലത്ത് ആവിഷ്കരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഭാഷയെ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ സമീപകാലത്തായി ഇപ്പൊ പോയ്സൺസ് ബ്രെഡ് എന്ന കളക്ഷനിൽ പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന മറാഠി ദലിത് കവിതകളുടെ സമാഹാരത്തിൽ, ആ പുസ്തകത്തിൽ ആ കവിതകൾ ഇംഗ്ലീഷ് പരിഭാഷയിൽ ധാരാളം അടിക്കുറിപ്പുകൾ കാണാൻ പറ്റുന്നുണ്ട്. ആ അടിക്കുറിപ്പുകളിൽ ഉപയോഗിച്ച പദങ്ങൾ ചാളയിലും ചേരിയിലും നമ്മുടെ എന്താ പറയാ ചേരി പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങളാണ് അതിൽ ധാരാളം ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മൂർച്ചയുള്ള കവിതയാക്കി മാറ്റുവാൻ അത്തരം പ്രയോഗങ്ങൾക്ക് സാധ്യമാവുന്നുണ്ട്. നമ്മൾ തെറി എന്നൊക്കെ പറയുന്ന ഭാഷ പോലും ചിലപ്പോ കവിതയിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ വരാറുണ്ട്. ഇപ്പോ ഇറാഖ് യുദ്ധകാലത്ത് വന്ന നമ്മുടെ കഥാകൃത്ത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് മാധ്യമം വായിച്ച പതിപ്പിൽ എഴുതിയ ഒരു കവിത ഞാൻ ഓർക്കുകയാണ്. അപ്പോ ഈ കവിതകൾ കോട്ട് ചെയ്യുന്നതിൽ പോലും ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരികയാണ്. അതിൽ ബുഷിനെ കുറിച്ച് പറയുമ്പോൾ ബുഷ് എന്ന പേരിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു തെറിപ്പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കരിങ്കല്ലിനേക്കാൾ കറുത്ത കവിത എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെ കറുത്ത കാലത്ത് എങ്ങനെ എഴുതും എന്ന് ചോദിക്കുമ്പോൾ കറുത്ത കാലത്ത് കരിങ്കല്ലിനേക്കാൾ കറുത്ത കവിത എഴുതുക എന്ന് പറയുന്നത് പോലെ
ഈ എഴുത്തുകാര് ഏറ്റവും തീക്ഷ്ണമായ ഭാഷയിലാണ് അവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പോയ്സൺസ് ബ്രെഡ് 1994 പബ്ലിഷ് ചെയ്തത്. അർജുൻ ഡാംഗ്ലെ എന്നയാളാണ് അത് എഡിറ്റ് ചെയ്തത്. ദളിത് സാഹിത്യത്തെ ദളിതർ എഴുതുന്നത് എന്ന് നിർവചിക്കാറുണ്ട് സാധാരണയായിട്ട്. അങ്ങനെ ഈ കൃതിയിൽ എഴുതിയ എല്ലാവരും തന്നെ ദളിതരായ എഴുത്തുകാരാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് ദളിത് എഴുത്തുകാരൻ അല്ലെങ്കിൽ ആദിവാസി എഴുത്തുകാരൻ എന്നൊരു ചോദ്യമുണ്ട്. രണ്ട് ഉത്തരങ്ങളുണ്ട്. ഒന്ന്, ആദിവാസികളെ കുറിച്ച് മറ്റുള്ളവർ എഴുതിയത് നമുക്ക് ആ പരിഗണനയിൽ ഉൾപ്പെടുത്താം എന്ന് വാദിക്കുന്നവരുണ്ട്. ഇപ്പോ KJ ബേബിയുടെ മാവേലി മണ്ഡ്രം എന്ന നോവൽ അതിന് ഉദാഹരണമാണ്. അദ്ദേഹം ആദിവാസിയല്ല, പക്ഷെ ആദിവാസി അടിയ പണിയ വിഭാഗത്തിന്റെ ജീവിതമാണ് അല്ലെങ്കിൽ അനുഭവമാണ് അതിൽ ആവിഷ്കരിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളത്തിലുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആദിവാസി ജീവിതാനുഭവം ആവിഷ്കരിക്കുന്ന നോവലാണ് മാവേലി മണ്ഡ്രം. അപ്പോ അദ്ദേഹം അത് ആദിവാസി സാഹിത്യമാകുമോ അല്ലെങ്കിൽ ദളിത് സാഹിത്യത്തിന്റെ പരിധിയിൽ പെടുത്താമോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ പെടുത്താം. അത് സാധാരണ പറയാറുണ്ട്, നമ്മുടെ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ അത് സ്ത്രീകൾ എഴുതുമ്പോഴാണ് അതാവുന്നത് എന്ന്. കാരണം സ്ത്രീയാണ് അത് അനുഭവിക്കുന്നത്. ഇപ്പോ പ്രസവ വാർഡിന്റെ പുറത്തു നിൽക്കുന്ന ഹസ്ബൻഡിന്, ഭർത്താവിന് അതിന്റെ ടെൻഷൻ അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും തന്നെ ആ ടെൻഷൻ പ്രസവ വാർഡിന്റെ ഉള്ളിലുള്ള ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന, സന്ത്രാസങ്ങൾ, പ്രശ്നങ്ങൾ ഒന്നും തന്നെ പുറത്തു നിൽക്കുന്ന ആൾക്ക് അതേ അളവിൽ ആവിഷ്കരിക്കാൻ പറ്റില്ല. അപ്പൊ അത് രണ്ടും ഒരർത്ഥത്തിൽ പ്രസവവുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ രണ്ടായിട്ടാണ് കാണുന്നത്. അതേപോലെ ആദിവാസികൾ എഴുതുമ്പോഴും ആദിവാസികളെ കുറിച്ച് എഴുതുമ്പോഴും അത് രണ്ടായിട്ട് തന്നെ നിലനിൽക്കും. ഇപ്പൊ കാഞ്ച എലയുടെ ദളിത് ബഹുജൻ സങ്കല്പത്തിൽ അദ്ദേഹം പട്ടികജാതി, പട്ടികവർഗ, മറ്റു പിന്നോക്ക, ന്യൂനപക്ഷ, അധസ്ഥിത, പീഡിത, മർദ്ദിത ജനതയെ മുഴുവനും അദ്ദേഹം ഉൾച്ചേർക്കുന്നുണ്ട്. മാഷെ കേൾക്കാവോ? കട്ടായി തോന്നുന്നു, കേൾക്കുന്നില്ല. നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. പക്ഷേ ക്ലിയർ ആവുന്നില്ലല്ലോ, വ്യക്തമാവുന്നില്ലല്ലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്തോ കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും മാഷിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അസീസ് മാഷിന് ചെറിയൊരു നെറ്റ്വർക്ക് പ്രോബ്ലം വന്നിട്ടുണ്ട്. ഉടനെ തന്നെ മാഷ് ജോയിൻ ചെയ്യും. മാഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു ടെക്നിക്കൽ പ്രശ്നമാണ്. പുറത്ത് നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട്, അതിന്റെ ഒരു പ്രശ്നവും കാണും. ഞാൻ വയനാട്ടിലെ വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്, അതിന്റെ ഒരു പരിമിതിയാണത്. അപ്പോ ഇപ്പൊ ക്ലിയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്ലിയർ ആണോ ശബ്ദം? അതെ മാഷേ.
ഓക്കെ 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 ഓക്കെ. അപ്പോ ദളിത് സാഹിത്യത്തിന്റെയും അതേപോലെ തന്നെ ആദിവാസി സാഹിത്യവും ഒന്നിക്കുന്ന ചില മേഖലകളുണ്ട്, ഒട്ടേറെ മേഖലകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഇരുവിഭാഗങ്ങളുടെയും മുഖ്യ ശത്രു എന്ന് തന്നെ പറയാവുന്നത് സവർണ പ്രത്യയശാസ്ത്രമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ സവർണ പ്രത്യയശാസ്ത്രമാണ്. വർണ്ണാശ്രമ സമ്പ്രദായത്തിനെതിരെ ചൂഷണമുക്തവും ഹിംസാരഹിതവുമായ ഒരു സമൂഹത്തിന്റെ സ്വപ്നമാണ് ഇരു സാഹിത്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോ ആദിവാസി സാഹിത്യം എന്നത് നഷ്ടപ്പെട്ടു പോയ ചരിത്രം വീണ്ടെടുക്കുവാനുള്ള ശ്രമമാണെന്നും കൂടി പറയാം. അതും കൂടെ അതിന്റെ ഒരു ഭാഗമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കവികളും അതേപോലെ തന്നെ തത്വചിന്തകന്മാരും ചിത്രകാരന്മാരും വേദജ്ഞരും ശാസ്ത്രജ്ഞരും തങ്ങളാണെന്ന് ഇപ്പോ ആദിവാസികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ എന്താ പറയാ പ്രപിതാക്കന്മാരെ അടിമകളാക്കിയവരാരാണെന്നും അവരുടെ കിനാവ് കാണുന്ന കണ്ണുകളിൽ വജ്രസൂചികൾ കുത്തിത്തറച്ചവരാരാണെന്നും അവർ ഇപ്പോൾ ഉറക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ പല ആദിവാസികളും പറയുന്നത്, എഴുത്തുകാരും പറയുന്നത്, തങ്ങൾ രാമന്റെ പിൻഗാമികളല്ല എന്നാണ്, ഞങ്ങൾ രാവണന്റെ പിൻഗാമികളാണ് എന്ന് പറയുന്ന ഒട്ടേറെ കവിതകൾ സമീപകാലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആദിവാസി കവി, ഞാൻ നേരത്തെ പറഞ്ഞ ബഹാദുർ സോനവാനെ സാഹിത്യ സമ്മേളനം 5ാമത് ആദിവാസി സാഹിത്യ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം, അദ്ദേഹം പറഞ്ഞത് എന്താ പറയാ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിഹാസങ്ങളിലെ കിരാതന്മാർ, വാനരന്മാർ, രാക്ഷസന്മാർ തുടങ്ങി ക്രൂരമായി വംശഹത്യ ചെയ്യപ്പെട്ട മുഴുവൻ തദ്ദേശീയ അനാര്യ ജനവിഭാഗങ്ങളും തങ്ങളുടെ പൂർവികരായിരുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പൊ വാനരൻ എന്ന വാക്ക് വലിയ പ്രശ്നമാണ്. നമുക്കറിയാം, രാമായണമൊക്കെ എടുത്തു നോക്കുമ്പോ അതിലെ വാനരന്മാർ, കുരങ്ങന്മാര്, അവര് മനുഷ്യരെ പോലെ സംസാരിക്കും, മനുഷ്യരെ പോലെ കല്യാണം കഴിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവര് മനുഷ്യരെ പോലെ അവർക്കും രാജാക്കന്മാരുണ്ട്, അവര് സൈന്യത്തിൽ ചേരുന്നുണ്ട്, അവര് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ അവര് തീർച്ചയായും വനത്തിൽ താമസിച്ച നരന്മാരായിരുന്നു എന്ന് ഇന്ന് ആദിവാസി എഴുത്തുകാരും അല്ലാത്ത ദളിത് സാഹിത്യകാരന്മാരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കിരാതന്മാർ, രാക്ഷസന്മാർ, അസുരന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള എന്താ പറയാ തങ്ങളുടെ പൂർവികരായിരുന്നു എന്ന് ഇവരിപ്പോ പറയുന്നുണ്ട്. ഉറാവ്, ഗഞ്ച്, ബജ്രംഗ് എന്നൊക്കെ പറയുന്ന ആദിവാസി വിഭാഗങ്ങളുടെ പേരിന്റെ അർത്ഥം തന്നെ വാനരൻ എന്നതാണ്. വാനര ദ്യോതകമായിട്ടുള്ള പദങ്ങളാണ് അവയൊക്കെ തന്നെ. ഇപ്പൊ സാഹിത്യത്തിന്റെ പതിവ് മാനദണ്ഡങ്ങളെ ഇപ്പോ അവർണ ആദിവാസി എന്താ പറയാ പക്ഷത്ത് നിന്നുകൊണ്ട് ആദിവാസി സാഹിത്യം ഇപ്പോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാഹിത്യത്തിന്റെ പതിവ് മാനദണ്ഡങ്ങളെ ഒക്കെ തന്നെ അവർണ വിശ്വാസാചാരങ്ങളെ സവർണത ഹൈജാക്കുകയും അതേപോലെ തന്നെ അവർണതയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാനുള്ള പലവിധ പദ്ധതികൾ വളരെ ആസൂത്രിതമായി ഇന്ത്യയിൽ ഇപ്പോ പലയിടത്തും നടക്കുന്നുണ്ട് എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനാൽ ഒരു പ്രതിരോധത്തിന്റെ പോർച്ചട്ടിയായി നിലകൊള്ളുന്ന ദളിത് ആദിവാസി സാഹിത്യം സവർണ അവർണ ഭേദം കൃത്യമായി തരംതിരിക്കുന്നുണ്ട്. ഇപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളിൽ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ ആ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പോ പുരാവൃത്തങ്ങളിലെയും അനുഷ്ഠാനങ്ങളിലെയും ഇപ്പോ സവർണ അവർണ ഭേദം നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ തരംതിരിക്കാൻ പറ്റും. ഇപ്പോ സവർണ അനുഷ്ഠാനങ്ങളിൽ ബ്രാഹ്മണ പൂജയാണെങ്കിൽ, അല്ലാത്തതിൽ ആദിവാസിയാണെങ്കിൽ ദളിതാണെങ്കിലും അബ്രാഹ്മണ പൂജയാണ് നിലനിൽക്കുന്നത്. അതേപോലെ ദൈവങ്ങൾ അപരിമിതമായ സ്വാധീനമുള്ളതാണ് സവർണ സങ്കല്പത്തിലെങ്കിൽ അവർണ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ദളിത് സങ്കല്പത്തിൽ ആദിവാസി സങ്കല്പത്തിൽ ദൈവങ്ങൾക്ക് പരിമിതമായ സ്വാധീനമാണുള്ളത്. അതേപോലെ തന്നെ കൂടുതൽ പുരുഷ ദൈവങ്ങൾ സവർണ വിശ്വാസങ്ങളിൽ കാണുമ്പോൾ കൂടുതൽ സ്ത്രീ ദൈവങ്ങളെയാണ് നമ്മൾ അവർണ ആദിവാസി വിശ്വാസങ്ങളിൽ കാണുന്നത്. അതേപോലെ തന്നെ സ്വർഗസ്ഥരായ ദൈവങ്ങൾ എന്ന സങ്കല്പം ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ പാർക്കുന്ന ദൈവങ്ങളാണ്, അവരുടെ കയ്യെത്തുന്ന ദൂരത്തുള്ള ദൈവങ്ങളാണ് അവർക്കുള്ളത്. അവരിൽ തന്നെയാണ് അവരുടെ പൂർവ്വപിതാക്കന്മാർ, അവരിൽ നിന്ന് മരിച്ചുപോയ ആളുകളൊക്കെ തന്നെയാണ് പലപ്പോഴും ദൈവങ്ങളായിട്ട് വരുന്നത്. അപ്പൊ സംഗീതത്തിന്റെ കാര്യത്തിൽ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ഇവരുടെ പാട്ട് സാഹിത്യം എടുത്തു നോക്കിയാൽ ഇപ്പോ സംഗീതത്തിലെ ഈ അവർണ സവർണ ഭേദം നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പരിഷ്കരിച്ച രൂപത്തിലുള്ളതാണ്, പരിഷ്കൃതമാണ്, അത് പഠിച്ചെടുക്കുന്നതാണ്.
അതേസമയം തന്നെ മറ്റേത് പരുക്കനാണ്. ഇപ്പോ ശ്രുതിപ്രധാനാണ്, പിന്നെ ക്ലാസിക്കൽ എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ മുഖ്യധാര എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഭാഗങ്ങളുടെ പിന്നെ പാട്ട് സംഗീത പാരമ്പര്യം. അതേസമയം ദലിത് ആദിവാസികളുടേത് താളപ്രധാനമാണ്. അതേപോലെ തന്നെ പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് നമുക്ക് പറയുന്ന ക്ലാസിക്കൽ കലകൾ, അതിന്റെ പിന്നെന്താ പറയാ സവർണ കലകളൊക്കെ തന്നെ. മറ്റേതാണെങ്കിൽ ആർജിക്കുന്നതാണ്, അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ സൗന്ദര്യാത്മകമാണ് പിന്നെ സവർണ കലകളിൽ നിന്ന്. മറ്റേത് അനുഷ്ഠാനപരമാണ്, പലപ്പോഴും വ്യക്തിനിഷ്ഠമാണ് നമ്മുടെ ക്ലാസിക്കൽ കലകൾ പലതുമെങ്കിലും. മറ്റേതാണെങ്കിൽ കൂട്ടായ്മയിൽ നിന്ന് ഉയർക്കൊള്ളുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ പറയാൻ പറ്റും. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, വിശദാംശങ്ങളിലേക്ക്. കുറെ പറയാനുള്ള ഒരു മേഖലയാണ്, അതുകൊണ്ട് ഒന്ന് ചുരുക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം സമീപകാലത്തായിട്ട് ഒട്ടേറെ ആദിവാസി എഴുത്തുകാർ ഇന്ത്യയിൽ വന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇപ്പൊ മുഖ്യധാരാ ഭാഷകളിൽ എഴുതുന്ന നിരവധി എഴുത്തുകാരികളും ആദിവാസികളായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പോ ഭീലി എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗം, സാന്താളി, ബോഡോ, മുണ്ടാരി, അതേപോലെ ആവോ, അഗോമി, ആദി, ഹോഗാമിറ്റ് തുടങ്ങിയ ഒട്ടേറെ ആദിവാസി ഭാഷകളിലും ഇംഗ്ലീഷിലുമാണ് ഇന്ന് പല ആദിവാസി എഴുത്തുകാരും എഴുതിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റിലെ പല ആദിവാസി എഴുത്തുകാരും ഇന്ന് രചന നിർവഹിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. അത് നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിൽ പല സ്റ്റേറ്റിലും ഇംഗ്ലീഷ് അവരുടെ സ്റ്റേറ്റിന്റെ ഒരു ഭാഷയായിട്ട് പോലും ഉയർത്തുന്ന കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ രീതിയിൽ എഴുതുന്ന ഒരുപാട് എഴുത്തുകാരും വന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകൾ, ഇപ്പോ നിർമ്മല പുത്തുൽ, ഒരു കോഴിക്കോട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പരിപാടിയിൽ ഗസ്റ്റായിട്ട് പങ്കെടുത്തിരുന്നു മുമ്പ്. ഞാൻ അവിടെ എഡിറ്റർ ആയിരുന്ന ഒരു കാലത്ത് കൂടിയാണ്. അതേപോലെ തന്നെ ഗംഗ പോൾ ലിംഗാദോ, അതേപോലെ പിന്നെ കിംഫാനോങ് കിൻറ്റി എന്ന് പറയുന്ന എഴുത്തുകാരൻ, മാങ്ക ബാഗി എന്ന് പറയുന്ന എഴുത്തുകാരൻ, ഇങ്ങനെ ഒരുപാട് എഴുത്തുകാരന്മാരും എഴുത്തുകാരികളും സമീപകാലത്തായി ഇന്ത്യയിൽ ആദിവാസികളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റ് എന്ന് തന്നെയാണ് പറയേണ്ടത്, അടിച്ചമർത്തപ്പെട്ട ജനത മുമ്പോട്ട് വരുമ്പോൾ. എന്നാൽ ആദിവാസി ഭാഷകളിൽ എഴുതുന്ന ഇപ്പൊ രാംദയാൽ മുണ്ട, വിനായക് തുക്കറാം, അനിൽ ബോഡോ, നിർമ്മല പുത്തുൽ തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോ മുഖ്യധാരയിലും ഏറെ അറിയപ്പെടുന്നവരാണ്. ചിലരെങ്കിലും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും മറ്റും നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മറാഠിയിലെ ഭുജംഗ് മേഷ്ട മുതൽ മലയാളത്തിലെ നാരായൺ വരെ എഴുതുന്നത് മുഖ്യധാരാ ഭാഷയിലാണ്. നാരായൺ ഒരിക്കലും എഴുതുന്നത് ആദിവാസി ഭാഷയിലല്ല. അദ്ദേഹത്തിന്റെ കൊച്ചരേത്തിയും മറ്റും എഴുതിയിട്ടുള്ളത് തനി മലയാളത്തിൽ തന്നെയാണ്. ഇപ്പോ സമീപകാലത്തായിട്ട് 2 തരത്തിലുള്ള കവികളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആദിവാസി ഭാഷ എഴുതുന്ന ഒരു 1/2 ഡസനിലേറെ കവികൾ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ അശോകൻ മറയൂര് എന്ന കവിയെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പുസ്തകം DC ബുക്സ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ വയനാട്ടിലുള്ള സുകുമാരൻ ചാലിഗദ്ദ വരെയുള്ള നിരവധി കവികൾ, ബിന്ദുവിനെ പോലുള്ള പഴയ ഭാഷയിൽ എഴുതുന്ന കവയിത്രികൾ, ഇങ്ങനെ ഒരു 10-15ഓളം ആദിവാസി കവികൾ സമീപകാലത്തായി നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ഭാഷയിൽ എന്ന് ഉപയോഗിക്കുന്നില്ല. EMS നമ്പൂതിരിപ്പാടിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിന്റെ പേര് കേരളം മലയാളിയുടെ മാതൃഭൂമി എന്നാണ്. ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ആ പ്രയോഗം തന്നെ തെറ്റാണ്. കാരണം കേരളം കേവലം മലയാളം സംസാരിക്കുന്നവരുടെ മാത്രം മാതൃഭൂമിയല്ല, കേരളത്തിലെ 36 ആദിവാസി വിഭാഗങ്ങളുടെയും മാതൃഭൂമിയാണ്. അവരെഴുതുന്നത് 36 ഭാഷകളിലാണ്. അതുകൊണ്ട് തന്നെ 36 തനിമയുള്ള ഭാഷകൾ, അതിൽ പലതും പദസമ്പന്നമാണ്. അത് വളരെ സവിശേഷതയുള്ള ഒട്ടേറെ ഭാഷകളും ഈ വിഭാഗങ്ങൾക്കിടയിലുണ്ട്. ഇപ്പൊ പണിയ ഭാഷയ്ക്ക് ഒരു നിഘണ്ടു തന്നെ ഡോക്ടർ PG പത്മിനി അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്, പണിയ ഭാഷാ നിഘണ്ടു. ആ നിഘണ്ടുവിൽ 4000 പദങ്ങൾ നമുക്ക് കാണാം. ആ ഭാഷയിൽ ഉപയോഗിക്കുന്ന 4000 പദങ്ങൾ. ആ 4000 പദങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാത്ത പല പദങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ ട്യൂബിന് നമുക്ക് മലയാളത്തിൽ ഒരു വാക്കില്ല, നമ്മൾ ട്യൂബ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് പണിയ ഭാഷയിൽ അതിന് വടിപുളാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ കോൽ ബുളാക്ക് എന്ന് പറയും. അതേപോലെ തന്നെ വൾബിന് നമുക്ക് മറ്റൊരു പദമില്ല, മലയാളം ഇല്ല.
പക്ഷേ പണിയ ഭാഷയിൽ അതിന് മുട്ടൈ ബുളാക്ക് എന്ന് പറയും. ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. ഇപ്പൊ ചെറിയ ബസ് ഉണ്ട്, സ്കൂൾ ബസ്, കുട്ടികളൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന ബസ്. ആ ബസ്സിന് നമ്മൾ വാന് എന്ന് പറയും, അല്ലെങ്കിൽ ചെറിയ ബസ് എന്ന് പറയും. പക്ഷേ ആദിവാസി ഭാഷയിൽ, പണിയ ഭാഷയിൽ അതിനെ പറയുന്നത് ബച്ചിന പുള്ളൈ എന്നാണ്. ബസ്സിന്റെ കുട്ടി എന്നാണ് അർത്ഥം. അപ്പൊ ഈ രീതിയിൽ ഓരോന്നിനും, ബാങ്കിന് അവർക്ക് പദമുണ്ട്. ഇങ്ങനെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഭാഷാ പദങ്ങൾക്കെല്ലാം തത്തുല്യമായ പദങ്ങൾ അവർ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിന് സമീപകാലത്തായി കുളുപ്പപ്പെട്ടി, കുളുപ്പം എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ തണുപ്പിന് കുളുപ്പപ്പെട്ടി എന്നൊരു പ്രയോഗം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പുതിയ പദാവലികളൊക്കെ തന്നെ ദലിത് സബാൾട്ടൻ ഭാഷകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പച്ച മലയാളത്തെ, പച്ച മലയാളം എന്ന് നമുക്ക് പറയാവുന്ന കേരളത്തിന്റെ സവിശേഷമായി മണ്ഡലത്തിൽ ഒതുങ്ങുന്ന ഈ ഭാഷാ പദങ്ങളെ തിരിച്ചു പിടിച്ചാൽ തന്നെ, നമ്മുടെ മലയാളവുമായി അതിനെ ബന്ധിപ്പിച്ചാൽ തന്നെ നമുക്ക് ഒരു പദസമ്പന്നത സൃഷ്ടിക്കുവാൻ കഴിയും. ഇത് കേരളത്തിലെ മാത്രം ഒരു കാര്യമല്ല. ഇപ്പൊ സ്വഗോത്ര ഭാഷയിലേക്കുള്ള തിരിച്ചുപോക്ക് ലോകത്ത് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് നമുക്കറിയാം. ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരായ പല എഴുത്തുകാരും മാതൃഭാഷയെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോളനിയാനന്തര നീഗ്രോ സാഹിത്യകാരന്മാരിൽ പ്രമുഖനും കെനിയക്കാരനുമായ ഗുങ്ങി വത്തിയാഗോ ജയിലിനകത്ത് വെച്ച് രചിച്ച ശൈത്താനി മുത്തറബൈനി എന്ന പുസ്തകം, ഡെബിൾ ഓൺ ദ ക്രോസ് എന്ന നോവൽ എഴുതിയത് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഷയായ ചിക്കുയു ഭാഷയിലായിരുന്നു. അധിനിവേശത്തിന്റെ ക്രൂരമായ ഈ കാലത്ത് ഗോത്രഭാഷകൾ അതിവേഗം അന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ഗോത്രഭാഷയിൽ രചന വഹിക്കുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ഭാഗം കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നോബൽ പ്രൈസിന്റെ തൊട്ടടുത്ത് എത്തിയ ഇംഗ്ലീഷ് ഭാഷയിൽ അതിമനോഹരമായി എഴുതിയ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിന്റെ ചിക്കുയു ഭാഷയിലാണ്. അങ്ങനെ സ്വന്തം ഭാഷയിലേക്ക്, സ്വന്തം ഗോത്രത്തിലേക്ക്, സ്വന്തം സ്വത്വത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കയിലെ പല സബാൾട്ടൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻഡിജീനിയസ് എഴുത്തുകാർ എന്നത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോ ഒരു ഭാഷ എന്ന് പറയുമ്പോൾ അത് ആശയവിനിമയ ഉപാധി എന്നതിനപ്പുറം സാംസ്കാരിക ചിഹ്നവും ആത്മബലവുമാണ്. ഈ ഒരു തിരിച്ചറിവ് ആർജിച്ച ഇന്ത്യയിലെ ആദിവാസികൾ തങ്ങളുടെ ഭാഷ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സാന്താൽ സാഹിത്യ അക്കാദമി, അതേപോലെ തന്നെ ബോഡോ സാഹിത്യ സഭ, ക്രിമാർ ലിറ്ററേച്ചർ സൊസൈറ്റി, ഓൾ ഇന്ത്യ ആദിവാസി കൾച്ചറൽ കമ്മിറ്റി തുടങ്ങിയവയൊക്കെ ഈ രംഗത്ത് എടുത്തു പറയേണ്ട പേരുകളാണ്. അതുപോലെ തന്നെ ലിപിയില്ലാത്ത ചില ആദിവാസി ഭാഷകൾക്ക്, പൊതുവെ ആദിവാസി ഭാഷകൾക്കൊന്നും തന്നെ ലിപിയില്ല എന്ന് നമുക്കറിയാം. അത്തരം ചില ഭാഷകൾക്ക് ലിപി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണമായി സാന്താളി ഭാഷയ്ക്ക് അവരുടെ ആത്മീയ ആചാര്യനായിരുന്ന രഘുനാഥ് മർമു ഉണ്ടാക്കിയ ലിപിയും വ്യാകരണ ഗ്രന്ഥവും എടുത്തു പറയേണ്ടതാണ്. ഓൾ സിംഗി എന്നാണ് ആ ലിപി അറിയപ്പെടുന്നത്. സാന്താളി ഭാഷയിൽ ഇന്ന് വിപുലമായ സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മുഖ്യധാരയിലുള്ള പല പുസ്തകങ്ങളും മറ്റു ഭാഷകളിലുള്ള പല ഗ്രന്ഥങ്ങളും ഇപ്പോൾ സാന്താളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഇവരൊക്കെ ചെയ്യുന്നത്, മിഷണറിമാരൊക്കെ ചെയ്യുന്നത് അത്തരം ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമായ പണിയരുടെ ഭാഷയിൽ വയനാട്ടിലെ റേഡിയോ മാറ്റലി എന്ന, വയനാട്ടിലെ ദ്വാരകയിൽ സ്ഥിതി ചെയ്യുന്ന, മാനന്തവാടിക്ക് അടുത്തുള്ള ദ്വാരകയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ മാറ്റലി സഭയുടെ കീഴിലുള്ള ഒരു റേഡിയോ ആണ്. ആ റേഡിയോയിൽ ഇപ്പോ പണിയ ഭാഷയിൽ വാർത്ത വായിക്കുന്നുണ്ട്, അതേപോലെ കലാപരിപാടികളും മറ്റും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിൽ, ഒരു ഭാഷാഭിമാന ബോധം ഉണ്ടാക്കുന്നതിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറെ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഇപ്പൊ ആസാമിലെ ഖാസി ഭാഷ, അതേപോലെ ആന്ധ്രയിലെ ഗോണ്ടി ഭാഷ, ഗുജറാത്തിലെ മെയ്തി ഭാഷ, ഇവയൊക്കെ തന്നെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും അവിടങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ അധ്യയന മാധ്യമമാക്കാൻ അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഭാഷകളിലൊക്കെ ഇപ്പൊ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റും, അതുപോലുള്ള മറ്റ് ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ ഭാഷകളെ അതിന്റെ എന്താ പറയാ, അതിനെ സർക്കാരുകൾ ഇപ്പോ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നവരിലുണ്ടായ ആത്മബോധം അവരുടെ സാഹിത്യ രചനകളിൽ ഇപ്പോൾ പ്രകടമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ലക്ഷ്മൺ മനയുടെ ഉപ്ര, അതേപോലെ ഗൈക്കവാദിന്റെ ഉജ്ജല്യ തുടങ്ങിയ കൃതികളിലൊക്കെ കടന്നുപോയാൽ നമുക്ക് ഈ ഭാഷാഭിമാനം വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ മുമ്പിൽ എടുത്തു വെച്ചിട്ടില്ലെങ്കിലും ഒരു കവിത ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. ഇപ്പോ
കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ആദിവാസി കുട്ടികൾ, അത് എല്ലാ സ്റ്റേറ്റിലും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ അവർ ഏത് ഭാഷയിൽ സംസാരിക്കും എന്നത്. സ്കൂളിൽ എത്തുമ്പോ അധ്യാപകൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വളരെ സംസ്കൃതജന്യമായ ഒരു ഭാഷയിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. വീട്ടിലെത്തുമ്പോൾ അവരുടെ മുത്തശ്ശന്മാർ അതിനെ കളിയാക്കുന്നു, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. എന്നിട്ട് അത്തരം ഒരു കവിതയിൽ ചോദിക്കുന്നുണ്ട്, ഇത് പോയ്സൺസ് ബ്രെഡ് എന്ന സമാഹാരത്തിലുള്ള ഒരു കവിതയാണ്, ഞാൻ ഏത് ഭാഷ സംസാരിക്കണം എന്നാണ് ആ കവിതയുടെ ടൈറ്റിൽ. ഈ കുട്ടി വലിയൊരു സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ഞാൻ ഏത് ഭാഷ സംസാരിക്കണം, ആ അധ്യാപകൻ പറയുന്ന ഭാഷയോ അല്ലെങ്കിൽ വീട്ടിൽ പറയുന്ന ഭാഷയോ എന്ന പ്രശ്നം. ഇത് എല്ലാ നാട്ടിലെയും ആദിവാസി കുട്ടികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ വയനാട് ജില്ലയിൽ കുറെ ട്രൈബൽ സ്കൂളുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ചില സ്കൂളുകളിൽ കുട്ടികൾ ധാരാളം കൊഴിഞ്ഞുപോയി, ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടായി. അതേപോലെ തന്നെ ധാരാളം കുട്ടികൾ പഠനത്തിന് പെട്ടെന്ന് വരാതായി. അപ്പൊ അതിനെക്കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ മനസ്സിലാവുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, പലരും വന്നിരുന്നത് ഉച്ചക്കഞ്ഞിക്കും മറ്റും അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്. അതേസമയം തന്നെ പലരും വന്നിരുന്നത് പഠിക്കാൻ വേണ്ടി വന്നു, പക്ഷെ അവർക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ നിന്ന് പഠിച്ച തനത് ഭാഷയെ അവരുടെ കയ്യിലുള്ളൂ. മലയാളം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളി കുട്ടിക്ക് ഇംഗ്ലീഷ് എന്നതുപോലെ ഹിന്ദി എന്നതുപോലെ ഒരു അന്യ ഭാഷയാണ് എന്നതായിരുന്നു മറ്റൊരു കാരണം. അതുകൊണ്ട് തന്നെ അധ്യാപകർ പറയുന്ന ഭാഷാ പദങ്ങൾ ഒട്ടും തന്നെ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നതാണ് ഒരു വസ്തുത. അതുകൊണ്ടാണ് വൻതോതിൽ കുട്ടികൾ കൊഴിഞ്ഞു പോയത് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്തായിട്ട് വിവർത്തനങ്ങളിലൂടെ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള നിരവധി കൃതികൾ നമുക്ക് മലയാളത്തിൽ തന്നെ ലഭ്യമായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു പുസ്തകം തീർത്ഥാടനം എന്നൊരു പുസ്തകമുണ്ട്. ബാബുറാവു ബാബുളിന്റെ ഒരു പുസ്തകമാണ്. അതേപോലെ തന്നെ അകാർമഷി എന്ന ശരൺ കുമാർ ലിംബാലയുടെ പുസ്തകം, ഹിന്ദു എന്ന ലിംബാലയുടെ തന്നെ മറ്റൊരു പുസ്തകം, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഉച്ചല്യ എന്ന ലക്ഷ്മൺ ഗൈക്കവാദിന്റെ പുസ്തകം, അതേപോലെ കരുക്ക്, സംഗതി തുടങ്ങിയ ഭാമയുടെ പുസ്തകം, പിന്നെ ഒരു ദളിത് ഡോക്ടറുടെ ആത്മകഥ എന്ന ടൊയാറിന്റെ പുസ്തകം, ഞാൻ എന്തുകൊണ്ട് ഹിന്ദു അല്ല, എരുമദേശീയത തുടങ്ങിയ കാഞ്ചയലയുടെ പുസ്തകം, ഇതിന് കൂടെയൊക്കെ പറയേണ്ട സുസി താരുവിന്റെ കീഴാള പഠനങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ പുസ്തകങ്ങൾ സമീപകാലത്തായി നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ആദിവാസി ദലിത് എഴുത്തുകാരെ ഈ എഴുത്തിന്റെ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിലും ഏറെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ പോലെയുള്ള ആളുകൾ മറ്റ് സ്റ്റേറ്റിൽ, മറ്റ് പ്രദേശങ്ങളിൽ, മറ്റ് ഭാഷകളിൽ ഇങ്ങനെ എഴുതുന്നുവല്ലോ അതുപോലെ എഴുതാമല്ലോ എന്നൊരു ആത്മവിശ്വാസമൊക്കെ സൃഷ്ടിക്കുവാൻ ഇത് കാരണമായിട്ടുണ്ട്. കൂടാതെ ഫുലെ, അംബേദ്കർ, പെരിയോർ, ഗോപാൽ ഗുരു തുടങ്ങിയ ഒട്ടേറെ ആളുകളുടെ ദലിത് സൈദ്ധാന്തികരുടെ രചനകളും മലയാളത്തെ സമ്പന്നമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് നമുക്ക് പൊതുവായിട്ട് പറയുന്നതാണെങ്കിലും കേരളത്തിന്റെ സവിശേഷമായ ഒരു അവസ്ഥ എന്ത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇപ്പോ കേരളത്തിൽ തുല്യതയില്ലാത്ത വിധം അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളാണ് ആദിവാസി ജനത എന്ന് നമുക്കറിയാം. അവരെ സമ്പൂർണ്ണ മനുഷ്യരായിട്ട് പരിഗണിക്കാൻ തുടങ്ങിയത് പോലും സമീപകാലത്താണ്. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളോ നമ്മുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളോ ആദിവാസികളെ അഡ്രസ് ചെയ്തിരുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത. ഇപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പുറമേ എന്നുള്ള ഒരു വലിയ സൗണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഇവിടുത്തെ ചീവീടുകളുടെ ഒരു സംഗീതമാണ്. അതും ഒരു പശ്ചാത്തല സംഗീതം പോലെ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ വളരെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളാണ് കേരളത്തിലെ ആദിവാസികള്. ഒരു 1910-ലും 11-ലും ഒക്കെ പുലയ കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം കൊടുക്കണമോ വേണ്ടയോ എന്ന ചർച്ച നടക്കുന്ന കാലത്ത് നമ്മുടെ ആദിവാസികൾ ആ പരിഗണനയിൽ പോലും വന്നിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടി 10-20-30 വർഷം കഴിഞ്ഞപ്പോ 1975 കാലത്താണ് ആദിവാസി അടിമത്തം ഇവിടെ നിർത്തലാക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ വയനാട്ടിലെ അടിയ, പണിയ വിഭാഗങ്ങളെ വള്ളിയൂർക്കാവ് ക്ഷേത്രോത്സവ ദിവസം നമ്മുടെ ജമ്മിമാരും വൻകിട ഭൂവുടമകളും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ അവരെ പണയം വെച്ചതിന്റെ കോടതി രേഖകളൊക്കെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. കൈപ്പാടൻ എന്ന ഒരു ആദിവാസി യുവാവിനെ ഒരു സുബ്ബരായ പട്ടർ 8 അണക്ക് പണയം വെച്ചതിന്റെ കോടതി രേഖ KJ ബേബി അദ്ദേഹത്തിന്റെ മാവേലി മന്ത്രത്തിന്റെ ഏറ്റവും അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്.
ഞാൻ എൻ്റെ ഗവേഷണ കാലത്ത് കണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്, ഒരു കുടിയേറ്റക്കാരനായ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കോട്ടയത്ത് നിന്ന് വയനാട്ടിൽ വന്ന് 400 ഏക്കർ സ്ഥലം വാങ്ങിയപ്പോ അതിന്റെ ആധാര വ്യവസ്ഥയിൽ പറയുന്നത് ആ 400 ഏക്കർ സ്ഥലവും 60 ആദിവാസി കുടുംബങ്ങളും എന്നാണ് വിൽക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ വിൽക്കാനും വാങ്ങാനും പണയം വെക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു വസ്തുവായിരുന്നു സമീപകാലം വരെ ആദിവാസികൾ എന്ന് നമുക്കറിയാം, പല വിഭാഗങ്ങളും. അതുകൊണ്ട് തന്നെ അങ്ങനെ അടിമകളായിരുന്ന അത്തരം വിഭാഗങ്ങളുടെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തലമുറയാണ് ഇപ്പോൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചു കാലവും കൂടി വെയിറ്റ് ചെയ്താൽ ഉറപ്പിച്ചു പറയാൻ പറ്റും, അവരുടെ ഇടയിൽ നിന്ന് നിരവധി എഴുത്തുകാർ ശക്തമായി തന്നെ നമ്മുടെ ഭാഷയിലേക്ക് വരും, അല്ലെങ്കിൽ എഴുത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരും എന്ന് നമുക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ അനുരണനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ 12-ലേറെ ആദിവാസി കവികൾ, അതേപോലെ തന്നെ കഥാകൃത്തുകൾ, നോവലിസ്റ്റുകളൊക്കെ തന്നെ. അതേസമയം സമ്പന്നമായ വാമൊഴി സാഹിത്യ സമ്പത്തിനുടമകളാണ് എല്ലാ ആദിവാസി വിഭാഗങ്ങളും. അത് അവരുടെ പാരമ്പര്യ സാഹിത്യം, ഞാൻ നേരത്തെ CR രാജഗോപാലിന്റെ ഒരു കോട്ടിംഗ് ഉദ്ധരിച്ചപ്പോ പറഞ്ഞു, അതിനെ റദ്ദ് ചെയ്യാണ് ഒരർത്ഥത്തിൽ മറ്റ് സൗന്ദര്യശാസ്ത്രങ്ങൾ ചെയ്തത്. അപ്പോ വാമൊഴി സാഹിത്യത്തിന്റെ ഒരു സമ്പന്നത എല്ലാ ആദിവാസികൾക്കും, ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്തെങ്ങുമുള്ള ആദിവാസികളുടെ ഒരു മുഖ്യ സവിശേഷതയാണ് അത് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രഖ്യാതമായ സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും സമീപകാലം വരെ ആദിവാസി വാമൊഴി സാഹിത്യ സമ്പത്ത് പരാമർശിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പ്രാകൃതം, നാടൻ, ശാസ്ത്രീയം എന്നൊക്കെ സാഹിത്യത്തെ തരംതിരിക്കുമ്പോൾ പ്രാകൃതത്തിന്റെ ഗണത്തിലാണ് ആദിവാസി സാഹിത്യത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പൊ കേരളത്തിലെ ആദിവാസികളുടെ വാമൊഴി, ഗാന, കഥ സാഹിത്യം ഇന്നും വേണ്ടത്ര ശേഖരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. സോമശേഖരന്റെ വയനാട്ടിലെ ആദിവാസി പാട്ടുകൾ എന്ന പുസ്തകമോ അങ്ങനെ ഏതാനും വിരലിലെണ്ണാവുന്ന അങ്കുലീപരിമിതമായ കൃതികൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ മേഖലയിൽ ഇനിയും വലിയ ഗവേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികളായതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറയാം. പിന്നെ ഞാൻ എൻ്റെ ഗവേഷണ കാലത്ത് എൻ്റെ ഗവേഷണം ഇതിഹാസ കഥകളുടെ നാടോടി രൂപങ്ങൾ വയനാട് ജില്ലയിൽ എന്നതായിരുന്നു. ആ ഗവേഷണവുമായി എൻ്റെ നാട്ടിലെ കുറിച്യ, കുറുമ വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ പോയപ്പോ അവര് എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അവര് പറയുന്ന കഥയിലും പാട്ടുകളിലും അനുഭവാഖ്യാനങ്ങളിലും ഒക്കെ തന്നെ അവര് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ സാഹിത്യത്തിന്റെ ചരിത്രത്തിന്റെ മണ്ഡലത്തിൽ ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കാപ്പി മൂപ്പൻ എന്ന് പറയുന്ന മുള്ളോ കുറുമ രാജാവ്, അവർക്കും രാജപരമ്പരയുണ്ട്. പക്ഷെ നമ്മുടെ സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് സാമൂതിരി കുടുംബത്തിനും മറ്റുമാണെന്ന് നമുക്കറിയാം. ആദിവാസി സാഹിത്യകാരന്മാർക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ രീതിയിൽ പെൻഷനോ മറ്റോ കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞ ഈ കാപ്പി മൂപ്പൻ അടക്കമുള്ള അദ്ദേഹത്തിന്റെ മുൻപുള്ള രാജാവായ തോട മഹാരാജാവ്, തോടൻ എന്ന രാജാവ് അടക്കം കൂലിപ്പണിയെടുത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നത് മറ്റൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഗവേഷണ കാലത്ത് ഞങ്ങളുടെ പൂർവികരാണ് പഴശ്ശി രാജാവിന് പരിശീലനം കൊടുത്തത്, പഴശ്ശി സൈന്യത്തിന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താ തെളിവ് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം എന്നെ നമ്മുടെ കുറുവാദ്വീപിന് അടുത്തുള്ള പാക്കത്തെ ഒരു കാടും പ്രദേശത്തേക്ക് കൊണ്ടുപോയി. ആ കാടിന്റെ നടുവിൽ അദ്ദേഹം ഒരു സ്ഥലം കാണിച്ചു തന്നു, ഒരു കളം, ഒരു ഗ്രൗണ്ട്, ചെറിയ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ചെടികളൊക്കെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ കൃത്യമായിട്ട് നമുക്കൊരു കളം കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ കളരിക്കളം, ഇവിടെ വെച്ചാണ് ഞങ്ങൾ പഴശ്ശിയുടെ സൈന്യത്തിന് പരിശീലനം നൽകിയത് എന്നാണ്. ഇത് ഒരുപക്ഷെ വില്യം ലോഗന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ലോഗന്റേത് ഒരു കൊളോണിയൽ ഹിസ്റ്ററിയാണ്, കൊളോണിയൽ കാഴ്ചപ്പാടിലുള്ള രചനയാണെങ്കിൽ ഇത്തരത്തിലുള്ള സബാൾട്ടൻ ആഖ്യാനങ്ങളിലുള്ള ചരിത്രത്തെ വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് ഇത്തരം വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക് കൂടുതൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോ അദ്ദേഹം കാണിച്ചു തന്ന അദ്ദേഹത്തിന്റെ ഒരു 3 തലമുറ മുമ്പായിരിക്കാം ഇത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് തന്നെ 90ഓളം വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒരു കാലം അത്ര ദൂരം മാത്രമേ പഴശ്ശിയിലേക്കുള്ളൂ എന്ന് അനുമാനിച്ചാൽ അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും തലമുറ കൈമാറി വരുന്ന അവരുടെ പാട്ടിന്റെ, സാഹിത്യത്തിന്റെ, അവരുടെ വാമൊഴി കൈമാറ്റങ്ങളുടെ ഒരു ഫലവും കൂടിയായിരിക്കാം. എന്തു തന്നെയായാലും ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള സമ്പന്നമായ ചരിത്രവും
വാമൊഴി സാഹിത്യവും കലാരൂപങ്ങളും ഒക്കെ തന്നെ ആദിവാസികൾക്കുണ്ട്. ലോകത്തെങ്ങുമുള്ള ആദിവാസികൾക്കുണ്ട്. ഇത് ഞാൻ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രമല്ല പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ ചരിത്രത്തിലൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രം എടുത്തു നോക്കിയാൽ അതിൽ സ്ത്രീകൾ പോലും ഇല്ല എന്നതാണ് ഒരു വസ്തുത. ഇപ്പൊ ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രത്തിൽ ആകെ ഒരു സ്ത്രീയെ കുറിച്ചേ പറയുന്നുള്ളൂ. അതും ഒരു സ്ത്രീയെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല അദ്ദേഹം പറയുന്നത്. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന കഥാകൃത്തിന്റെ കവിയുടെ രസികത്വത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഉള്ളൂർ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഒരു സ്ത്രീ ഒരു കവിത എഴുതി, ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ, ഒരു കവിത എഴുതി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാണ്. കവിത വായിച്ചിട്ട് അദ്ദേഹം പറയാണ്, മേലാൽ ഇപ്പണി എടുക്കരുത് എന്നൊരു ഉപദേശം കൊടുക്കുകയാണ് ആ സ്ത്രീക്ക്. എന്ന് പറഞ്ഞാൽ കവിത എഴുതരുത്. എന്നിട്ട് ആ സ്ത്രീ പോയതിനു ശേഷം അദ്ദേഹം ഒരു ശ്ലോകം രചിക്കുന്നുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നത്, ഇമാതിരി പണിയെടുക്കുന്ന സ്ത്രീകളെ തറിയൂരി അടിക്കണം എന്നാണ്. തറി എന്ന് പറഞ്ഞാൽ വേലി കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ്, എന്താ പറയാ, കുന്തം അല്ലെങ്കിൽ കമ്പ്. അത് ഊരി അടിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ സ്ത്രീകളെ പോലും, സ്ത്രീ എഴുത്തുകളെ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. നമ്മുടെ മുഖ്യധാരക്ക് ഒരു നൂറ്റാണ്ട് മുമ്പ് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല എന്നതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ദളിത്, ആദിവാസി എന്നത് അവരുടെ സങ്കല്പത്തിനപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ പറയും, ഒരു ജനതക്ക് അതിജീവിക്കാൻ ആവശ്യമായ സാഹിത്യ സമ്പത്ത് ഓരോ ജനതക്കും, അത് ആദിവാസി ജനതക്കെല്ലാം തന്നെ സമ്പത്ത് അവരുടെ വാമൊഴി സാഹിത്യത്തിലുണ്ട്, അവരുടെ മറ്റാവിഷ്കാരങ്ങളിലുണ്ട്. കാരണം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവരുടെ വിശ്വാസ സങ്കല്പങ്ങളിലുണ്ട്. നാട്ടറിവുകളുടെ കലവറയാണ് അവയിൽ പലതും. ഇപ്പൊ മന്ത്രവും മരുന്നും വാമൊഴി സാഹിത്യത്തിലുണ്ട്. അതേപോലെ പ്രപഞ്ച വീക്ഷണവും നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ട്. ഇപ്പൊ ബൗറ എന്ന സോഷ്യോളജിസ്റ്റ് നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പ്രാചീന ശിലായുഗത്തിന്റെ പല സ്വഭാവ സവിശേഷതകളും ഇന്നും നിലനിർത്തുന്നതും പ്രാകൃത ജനതയുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതും അവരുടെ സാമ്പത്തിക പരിതസ്ഥിതിയിൽ നിന്നും ഉടലെടുക്കുന്നതുമാണ് ഗോത്ര ജനതയുടെ വാമൊഴി സാഹിത്യ സമ്പത്തി എന്ന് അദ്ദേഹം അതിനെ നിർവചിക്കുന്നുണ്ട്. ശുഭകരമായ കാര്യം, ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ഗവേഷകരായ വിദ്യാർത്ഥികളോട് ഞാൻ പ്രത്യേകം പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യം, ഇപ്പോ സമീപകാലത്തായി ആദിവാസി സാഹിത്യത്തെക്കുറിച്ച്, ആദിവാസികളെ കുറിച്ച് നിരവധി പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വെബിനാറിൽ തന്നെ പങ്കെടുക്കുന്ന അശ്വതി ആർ ജീവൻ എന്റെ മുമ്പിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അശ്വതി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആദിവാസി ഭാഷയിൽ എഴുതുന്ന കവികളെ കുറിച്ചാണ്. അതൊരു വലിയൊരു സാധ്യതയായി ഞാൻ കാണുകയാണ്. കാരണം ഏറെ വൈകാതെ തന്നെ അത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ, അത്തരത്തിലുള്ള കവിതകളും നോവലുകളും പിന്നെ കഥകളും മറ്റും ഈ രീതിയിലേക്ക് ആവിഷ്കരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഇത് സന്തോഷകരം എന്ന് പറയുമ്പോൾ തന്നെ നാടകം, യാത്രാ വിവരണം പോലുള്ള മറ്റ് മേഖലകളിലൊന്നും തന്നെ കാര്യമായ ആദിവാസി കോൺട്രിബ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടില്ല. ഇപ്പോ നാടകം ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല. KK വിജയൻ എന്ന ഒരു നാടകൃത്ത്, വയനാട്ടുകാരനായ പണിയ വിഭാഗത്തിൽപ്പെട്ട ഒരു നാടകൃത്ത് ഏകദേശം 8-10 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ, അതിന് ഒന്നിന് സാഹിത്യ അക്കാദമി ധനസഹായം കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരങ്ങൾ കിട്ടിയില്ല. പലയിടത്തിലും പരിഹാസവും അതേപോലെ തന്നെ ഇതൊക്കെ വന്നപ്പോ അദ്ദേഹത്തിന് ഏറെ നിരാശയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം അത് മുഴുവനും, അതിന്റെ മാനുസ്ക്രിപ്റ്റുകൾ മുഴുവൻ എടുത്ത് കത്തിച്ചു കളഞ്ഞു. അതിന്റെ നോട്ടീസ് അടക്കം. അതിനെക്കുറിച്ച് നമ്മുടെ സോമൻ കടലൂർ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇത്തിൽ കണ്ണികൾ എന്ന നാടകത്തില് അദ്ദേഹം എഴുതിയൊരു കവിത ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. അതിലുള്ളൊരു വരികൾ ഇങ്ങനെയാണ്: ബല്ലി നെല്ല് കൂലി കൊടുത്തിട്ട് അടിമപ്പണി ചെയ്യിച്ചവരെ ഇക്കാണും ഉലകം നിങ്ങളെ കുത്തകയല്ലെന്നോർത്തോളൂ. ഒരു മുദ്രാവാക്യ സ്റ്റൈലാണ്. ബല്ലിപ്പണം എന്ന് പറഞ്ഞാൽ അടിമത്ത വ്യവസ്ഥ കാലത്ത് 1975 വരെയുള്ള 76 വരെയുള്ള കാലത്ത് വയനാട്ടിലെ വള്ളിയൂർക്കാവ് ക്ഷേത്രോത്സവ ദിവസം പണിയരെയും അടിയരെയും മറ്റു ജമ്മിമാരും ഇവിടുത്തെ ധനാഢ്യന്മാരും അടിമകളായിട്ട് കൊണ്ടുപോകുന്ന കാലത്ത് അവർക്ക് കൂലി നൽകിയിരുന്ന ഉച്ചക്ക് 2 സേർ നെല്ലാണ് പുരുഷന്മാർക്ക് നൽകിയിരുന്നത്, സ്ത്രീകൾക്ക് 1 സേർ നെല്ലും. ഇതിനാണ് ബല്ലിപ്പണം എന്ന് പറയുന്നത്. ആ അടിമ സമ്പ്രദായത്തിന് പറഞ്ഞിരുന്ന പേര് കുണ്ടൽ പണി എന്നാണ്. ഒരുതരം ബോണ്ടഡ് ലേബർ സിസ്റ്റം ആണ് നമുക്കറിയാം. അപ്പൊ അതാണ് പറയുന്നത്, ബല്ലി നെല്ല് കൂലി കൊടുത്തിട്ട് അടിമപ്പണി ചെയ്യിച്ചവരെ
ഇക്കാണും ഉലകം നിങ്ങളെ കുത്തകയല്ലെന്നോർത്തോളൂ. ഏറെക്കുറെ ഒരു വിപ്ലവ കവിതയുടെ ഒക്കെ ഒരു സ്വരം നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോ അദ്ദേഹത്തിന്റെ രചനകളെ ഞാൻ ഒരിക്കലും അവഗണിക്കുന്നില്ല. പക്ഷെ ആ രീതിയിലുള്ള ധാരാളം എന്താ പറയാ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാകാം. പക്ഷെ നമുക്ക് നമ്മുടെ സാഹിത്യ ചരിത്രത്തിലോ മറ്റോ അത് കാണാൻ പറ്റുന്നില്ല എന്നതാണ് ഒരു വലിയൊരു പ്രശ്നം. ഇപ്പോ ആദിവാസി ജീവിതം ആവിഷ്കരിക്കുന്ന കൃതികളിലൊക്കെ, അതായത് സിനിമയിലാവട്ടെ, ഇതിലൊക്കെ നമ്മൾ കാണുന്നത് വളരെ വികൃതമായിട്ട് ആവിഷ്കരിക്കുന്നതാണ്. ഇപ്പോ മുഖ്യധാരയുടെ ഇങ്ങനെ പറയാം, മലയാള മുഖ്യധാര സാഹിത്യത്തിൽ ആദിവാസി ജീവിതം ഇപ്പോഴും വേണ്ടത്ര വിഷയീഭവിച്ചിട്ടില്ല. ചിത്രീകരിച്ചിട്ടുള്ളവയിൽ പലതും തന്നെ അങ്ങേയറ്റം വികൃതവും കൃത്രിമവുമാണ്. സിനിമയിലാകട്ടെ ആദിവാസികൾ തികച്ചും പ്രാകൃതരും പുതിയ ലോകം അറിയാത്തവരുമാണ്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു സിനിമ, നമ്മുടെ ഇപ്പോ വീണ്ടും ഒരു സിനിമ നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അലി അക്ബറാണ്. 1921 പിന്നെ കലാപത്തെ കുറിച്ച് സിനിമ നിർമ്മിക്കുമെന്ന് പറഞ്ഞു വരുന്ന അലി അക്ബറിന്റെ ബാംബു ബ്രദേഴ്സ് എന്നാണ് എന്റെ ഓർമ്മ. ആ ഒരു സിനിമ നമുക്കറിയാം ആദിവാസി ജീവിതമാണ് അവര് ചിത്രീകരിക്കുന്നതെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ക്ലോസറ്റിലെ വെള്ളം കുടിക്കുക, ഫാൻ എന്താണെന്ന് അവർക്കറിയില്ല, അതേപോലെ തന്നെ ടെലിവിഷൻ എന്താണെന്ന് അറിയില്ല. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എല്ലാ കോളനിയിലും സമീപകാലത്ത് ഒട്ടുമിക്ക കോളനികളിലും ആദിവാസി കോളനി എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കോളനികൾ ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു നമ്മൾ കേരളീയരെങ്കിൽ ഇന്ത്യക്കാരെങ്കിൽ നമ്മുടെ കോളനിയാണ് ഇപ്പോ ആദിവാസികളുടെ ആവാസ സ്ഥലങ്ങള്. അപ്പോ ആദിവാസികളുടെ അത്തരം ഊരുകളിലൊക്കെ തന്നെ TV ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ടും ബാംബു ബ്രദേഴ്സിൽ കാണിക്കുന്നത് വളരെ വികൃതമായി TV-യിലേക്ക് അമ്പെയ്യുന്നു, ക്ലോസറ്റിലെ വെള്ളം കുടിക്കുന്നു. അവർക്ക് ഒന്നും അറിയാത്ത പ്രാകൃതജനതയായിട്ടാണ്. എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു ഗ്രാജുവേറ്റ് ആയ ഒരു ആദിവാസി സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ ആ സിനിമ കണ്ട് പൊട്ടിക്കരഞ്ഞുപോയി എന്നാണ്. നമുക്ക് ചിരിയാണ് വരുന്നതെങ്കിൽ അവൻ പറഞ്ഞത്, എന്റെ സമുദായത്തെ ഇത്രമേൽ അപമാനിച്ച ഒരു സിനിമ വേറെ ഇല്ല സർ എന്നാ എന്നോട് ഒരിക്കൽ പറഞ്ഞത്. അപ്പോ എനിക്ക് അവന്റെ ആ വികാരം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റി. കാരണം അലി അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പങ്കുവെക്കുന്ന ആശയ ലോകം, അതറിയാം, അതൊരു വരേണ്യ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. അപ്പോ അതില് അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ ക്ലോസറ്റിൽ വെള്ളം കുടിക്കുന്നുണ്ട്, കിടക്ക എന്തിനാണെന്ന് അറിയാതെ അതിന്മേൽ കയറി ചാടിക്കളിക്കുന്നത് കാണും. ഇങ്ങനെ കുറെ ക്ലീശകൾ ഇത്തരം സിനിമകളിൽ കാണാം. ഇനി ആദിവാസി നൃത്തമാണെങ്കിൽ അത് കാബറയ്ക്ക് തുല്യമായിരിക്കും. ആ രീതിയിലാണ് ആദിവാസി നൃത്തം എന്നൊക്കെ പറയുന്നത്. അങ്ങേറ്റം എന്താ പറയാ താളാത്മകമാണ്, അത്രയേറെ ചുവടുകളുള്ളതാണ്. സമീപകാലത്ത് നടക്കുന്ന ഒരു വലിയ പ്രവർത്തനം, ആദിവാസി മേളകളൊക്കെ നടത്തിക്കൊണ്ട് അവരുടെ ഈ നൃത്തങ്ങൾ, അവരുടെ പാട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു പരിപാടികൾ പോലുണ്ട്. കാരണം ഈ കൊറിയോഗ്രാഫിക്ക് ഇത് വളരെ പ്രധാനമാണ്, ഈ ചുവടുകളും മറ്റും. അപ്പോ ഇതിനെയൊക്കെ വളരെ വികൃതമായിട്ടാണ് ആവിഷ്കരിക്കുന്നത്. നാരായൺ നമ്മുടെ കൊച്ചരേത്തി എഴുതിയ അരയ സമുദായത്തിൽപ്പെട്ട നോവലിസ്റ്റ്, മലയാളത്തിലെ ശ്രദ്ധേയനായ ആദിവാസി എഴുത്തുകാരൻ. അദ്ദേഹം ആദിവാസി എന്നൊരു ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മുടെ മലയാളത്തിന്റെ പ്രഗത്ഭനായ നോവലിസ്റ്റ് നാരായൺ, അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വികൃതവൽക്കരണത്തെ പറ്റി ഒരിടത്ത് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു പ്രസിദ്ധീകരണത്തില് ഒരു നോവൽ അദ്ദേഹം കാണുകയാണ്. ആ നോവൽ അദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ അതിൽ പറയുന്നത് മലയരയ വിഭാഗത്തെ കുറിച്ചാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന മലയരയ വിഭാഗത്തെ കുറിച്ചാണ്. ആ വിഭാഗം ഏറെക്കുറെ ഇന്ന് വളരെ കമ്പാരിറ്റീവ്ലി വിദ്യാഭ്യാസവും മറ്റും സാമ്പത്തിക അവസ്ഥയിലൊക്കെ മുന്നോട്ട് വന്ന ഒരു വിഭാഗമാണ്. അപ്പൊ അവരെ കുറിച്ചാണ് ആ നോവലിൽ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലും സാംസ്കാരികമായി തികച്ചും വിരുദ്ധമായ രീതിയിലുമാണ് അവര് ആ നോവലില് അവരുടെ ജീവിതം എഴുതിയിരിക്കുന്നത്. ഈ അവസരത്തില് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹത്തിന് ഖേദം തോന്നി. അദ്ദേഹം ഒരു കേസ് കൊടുത്താൽ പോലും ഇത്തരം കടന്നുകയറ്റത്തെ ചെറുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമാണ്. എന്നിട്ട് അദ്ദേഹം പ്രസ്തുത നോവൽ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയത്തിലേക്ക് ഒരു കത്ത് എഴുതി. ആ കത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്: താങ്കളുടെ പ്രസിദ്ധീകരണത്തിലെ ഇന്ന ആൾ എഴുതുന്ന ഇന്ന നോവലിൽ പരാമർശിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഞാൻ. നോവലിസ്റ്റ് പറയുന്നത് പ്രകാരമുള്ള ദുരാചാരങ്ങൾ ഞങ്ങൾക്കിടയിലില്ല. അത് എവിടെയാണുള്ളത്? നോവലിസ്റ്റ് അത് പറയുകയാണെങ്കിൽ അതിന്റെ നിജസ്ഥിതി ബോധ്യമാക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ ആ കത്തിന് യാതൊരു തരത്തിലുള്ള പരിഗണനയും പത്രാധിപർ നൽകിയില്ല എന്ന് ഒരു അഭിമുഖത്തിൽ
നാരായൺ പറയുന്നത്. അപ്പോ ഇത് കേവലം ഒരു അദ്ദേഹത്തിന്റെ മാത്രം ഒരു അവസ്ഥയല്ല. മലയാളത്തിലുണ്ടായ പല ആദിവാസികളുടെ ജീവിതം ആവിഷ്കരിക്കുന്ന കൃതികളിലും നമുക്ക് ഇത്തരത്തിലുള്ള എന്താ പറയാ എഴുത്തുകള്, ആവിഷ്കാരങ്ങൾ കാണാൻ പറ്റും. പിന്നീട് മറ്റൊരു കാര്യം, ആദിവാസികൾ തങ്ങളാൽ വിമോചിപ്പിക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു നവോത്ഥാന പുരോഗമന കലാസാഹിത്യ സങ്കല്പമുണ്ടല്ലോ. ആ രീതിയിൽ എഴുതപ്പെട്ട ചില കൃതികളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദത്തുപുത്രന്മാരാൽ വിമോചനം സാധ്യമാവേണ്ടതാണ് എന്ന് പറയുന്ന കൃതികൾ. ഇപ്പൊ ദത്തുപുത്രന്മാരെ ഇനി ആവശ്യമില്ല. കാരണം ഈ സമുദായങ്ങൾ അല്ലെങ്കിൽ അവര് തന്നെ അവരുടെ വിമോചകരെ, അവരുടെ അമ്മമാർ തന്നെ ഗർഭം ധരിക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ദത്തുപുത്രന്മാരുടെ ഒരു പ്രത്യേകത, ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു നോവൽ, ഏറെ കൊണ്ടാടപ്പെട്ട ഒരു നോവലാണ് നെല്ല് എന്ന നോവൽ. ഞാൻ ഓർക്കുകയാണ്. നെല്ല് ഏറെ ചർച്ച ചെയ്യപ്പെട്ട നോവലാണ്. ആ നോവലിൽ നമുക്കറിയാം, ആ രീതിയിൽ പുറമേ നിന്നുള്ള ഒരാൾ വന്ന് വിമോചിപ്പിക്കുകയാണ് അവരെ ചെയ്യുന്നത്. മനുഷ്യവർഗത്തെ മുഴുവൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കേണ്ട കടമ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിക്ഷിപ്തമാണെന്ന് ഇന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അപ്പോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നയിക്കപ്പെടേണ്ടവരും സാവിത്രി കൈപിടിച്ചുയർത്തിയ ചാത്തനും നവോത്ഥാന ഘട്ടത്തിലെ പഴങ്കഥകളായി ഇപ്പൊ മാറിയിരിക്കുകയാണ്. തൊഴിലാളി വർഗ മുന്നേറ്റത്തിലൂടെ മനുഷ്യരാശിയുടെ മുഴുവൻ മോചനവും സ്വപ്നം കണ്ടിരുന്ന കാലവും ഇപ്പോ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു ജനവിഭാഗവും ഇന്ന് തങ്ങളുടെ മോചനത്തിനായി ഒരു രക്ഷകനെ കാത്തിരിക്കുന്നില്ല. പകരം അതാത് അധികാര വ്യവസ്ഥക്കെതിരെ പോരാടാൻ സന്നദ്ധരാവുകയാണ് ചെയ്യുന്നത്. വിമോചന ദൗത്യം എപ്പോഴും അയാളുടെ ആശയ ലോകത്തിലേക്ക് ഒരു ജനതയെ ഏകീകരിക്കുന്ന രീതിയിൽ ലളിതവൽക്കരിക്കപ്പെടുകയാണെന്ന തിരിച്ചറിവും ഇപ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട്. ദളിത് ആദിവാസി സാഹിത്യത്തിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത്, സാഹിത്യം എന്ന പദം കൊണ്ട് പൊതുവെ വിവക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു സൗന്ദര്യ സങ്കല്പവും ബോധവും ലോകവീക്ഷണവും പ്രത്യയശാസ്ത്രവുമാണ് അതിനുള്ളത് എന്നതാണ്. ഞാൻ നേരത്തെ ആ കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇപ്പോ ആദിവാസി സാഹിത്യം വെറുമൊരു സാഹിത്യ പ്രസ്ഥാനമായിട്ടല്ല കാണുന്നത്, മറിച്ച് സാമൂഹിക ക്രമം മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള ബഹുമുഖ പ്രവർത്തനങ്ങളുമായി നാഭീനാള ബന്ധം പുലർത്തുന്ന ഒരു ആശയ ലോകം കൂടിയാണ് സത്യത്തിൽ ദളിത് സാഹിത്യവും അതേപോലെ തന്നെ ആദിവാസി സാഹിത്യവും. അപ്പോ സാമൂഹിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ടാണ് ഒരർത്ഥത്തിൽ അവർ എഴുത്തിനെ കാണുന്നത്. സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ ആധിപത്യം വഹിക്കുന്ന മേൽക്കോയ്മ സംസ്കാരത്തിനെതിരെയുള്ള സർഗാത്മക കലാപമാണ് ഒരർത്ഥത്തിൽ ആദിവാസി സാഹിത്യം എന്ന് നമുക്കറിയാം. സകലവിധ അടിച്ചമർത്തലുകൾക്കും എതിരായ സമരോത്സുകമായ ചെറുത്തുനിൽപ്പാണ് ആദിവാസി സാഹിത്യം. ഈ ഒരു ആശയ ലോകമാണ് ഇന്ത്യയിൽ എങ്ങുമുള്ള ആദിവാസി ദളിത് എഴുത്തിന്റെ അന്തർധാര എന്ന് വ്യക്തമാണ്. മലയാളത്തിൽ ദളിത് സാഹിത്യത്തിൽ ഇത് പ്രതിഫലിച്ച് കാണാമെങ്കിലും ആദിവാസി സാഹിത്യത്തിൽ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ കുറച്ച് നോവലുകളെ നമുക്കുണ്ടായിട്ടുള്ളൂ. നോവലുകൾ എന്ന് പറയുമ്പോൾ നാരായണന്റെ നോവലുകൾ തന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. മറ്റൊന്ന് മാവേലി മന്ത്രം പോലെയുള്ള ആദിവാസികൾ അല്ലാത്തവർ എഴുതിയ നോവലുകളാണ്. പക്ഷെ കവിതയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 12ലേറെ കവികൾ വന്നു എന്ന്. പലരും 1-2 കവിതകൾ മാത്രം എഴുതിയവരാണ്. നമുക്ക് അവരിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം. ഇപ്പോ വേണ്ടത്ര കൃതികൾ വന്നിട്ടില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദിവാസി സാഹിത്യത്തെ നമുക്ക് രണ്ടായി തിരിക്കാൻ പറ്റും. ഒന്ന്, ആദിവാസി ജീവിതത്തെ ആദിവാസികൾ അല്ലാത്തവർ ആവിഷ്കരിക്കുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ KJ ബേബിയുടെ വർക്കുകളും മറ്റും. മറ്റൊന്ന്, ആദിവാസികളിൽ നിന്ന് തന്നെ സാഹിത്യത്തിന്റെ മേഖലയിലേക്ക് എത്തിപ്പെട്ടവർ നടത്തുന്ന ആവിഷ്കാരങ്ങളാണ്. ഈ 2 തരത്തിലുള്ള എഴുത്തുകളും നമ്മൾ സമീപകാലത്തായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോ ആദിവാസികൾ അല്ലാത്തവർ എഴുതിയ കൃതികളിൽ ഒരുപക്ഷെ ആദ്യത്തെ ഒരു വർക്ക് KM പണിക്കരുടെ കേരള സിംഹം എന്ന കൃതിയാണ്. 1941 ആ നോവൽ വരുന്നത്. ആ നോവലിലാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ആദിവാസി പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ കുറിച്യരെ കുറിച്ച് പറയുന്നുണ്ട്. പഴശ്ശിയുടെ അവദാനങ്ങൾ പ്രമേയമാക്കുന്ന ഒരു നോവലാണത്. അതിൽ പഴശ്ശിയുടെ പടയാളികളായിരുന്ന കുറിച്യരെ ധീരോദാത്തന്മാരായി വിലയിരുത്തുന്നുണ്ട്. എന്നാൽ കുറിച്യ ജീവിതമോ അവരുടെ മിത്തും ആചാരാനുഷ്ഠാനങ്ങളും ഭാഷയൊന്നും തന്നെ ഈ ഒരു നോവലില് കടന്നു വരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതല്ല അദ്ദേഹത്തിന്റെ ഒരു മുഖ്യ വിഷയം. പഴശ്ശിയെ അവസാനം ഒറ്റുകൊടുത്തത് കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന വാദത്തെ ഈ കൃതി നിഷേധിക്കുന്നുണ്ട്.
അതൊക്കെ വ്യത്യസ്ത പാഠങ്ങളുള്ള ഒരു കാര്യം കൂടിയാണ്. ഇതൊരു ആദിവാസി നോവൽ അല്ലെങ്കിലും, ഈ കേരള സിംഹം എന്നത് ഒരു ആദിവാസി നോവൽ അല്ലെങ്കിലും മുഖ്യധാരാ സാഹിത്യത്തിൽ ചെറു റോളിൽ മുഖം കാണിച്ച് കടന്നുപോയ, അല്ലെങ്കിൽ പെട്ടെന്ന് മറഞ്ഞുപോയ, അല്ലെങ്കിൽ ഒരു ചെറിയ തരത്തിൽ അതിൽ ആവിഷ്കരിക്കുന്നു എന്നത് മാത്രമാണ് ആ ഒരു നോവലിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ മേലാള സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് ആദിവാസി ജീവിതത്തെ ആവിഷ്കരിച്ചിട്ടുള്ള ഏതാനും നോവലുകളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മരിച്ചുപോയ ലളിതകലാ അക്കാദമി മെമ്പറൊക്കെ ആയിരുന്ന, സംഗീത നാടക അക്കാദമി മെമ്പറൊക്കെ ആയിരുന്ന, പിന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകനായിരുന്ന TC ജോണാണ്. അദ്ദേഹത്തിന്റെ ഉറാട്ടി എന്ന നോവല് 1977 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ആ വർഷം തന്നെ തേക്ക് എന്നൊരു നോവൽ കൂടി വന്നിട്ടുണ്ട്. അതേപോലെ 1985 അദ്ദേഹം നെല്ല് എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. നെല്ല് P. വത്സലയും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ നെല്ല് എന്ന നോവലിൽ നമ്മൾ കാണുന്നത് പിന്നെ സമയം നീണ്ടുപോകുന്നു എന്ന് എനിക്കറിയാം, ഞാൻ ചുരുക്കുകയാണ്. അപ്പോ ഞാൻ ഒന്ന് സ്പീഡിൽ കടന്നു പോവാം. ഈ രീതിയിലുള്ള കുറെ നോവലുകൾ പിന്നെ ആദിവാസികൾ അല്ലാത്തവർ എഴുതിയിട്ടുണ്ട്. ഇപ്പോ മലയാറ്റൂരിന്റെ പൊന്നി എന്ന നോവൽ, P. വത്സലയുടെ നെല്ല്, ആഗ്നേയം, ചാവേർ, V. A. തമ്പിയുടെ പഞ്ചമി, KJ ബേബിയുടെ മാവിനിവെൻട്രം, നാടുകത്തിക എന്ന നാടകം, കുന്നത്തൂർ ഗോപാലകൃഷ്ണന്റെ കുഴിയൻ, ജോസ് പാഴൂക്കാരന്റെ അരിവാൾ ജീവിതം, കറുത്ത പുലികൾ ജനിക്കുന്നത്, ഈ നോവലുകളൊക്കെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ വിഷയം വളരെ നീണ്ട ഒരു വിഷയമാണ്. ഈ വിഷയം സമീപകാലത്ത് മാത്രമാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ വിഭാഗത്തെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും ബന്ധുത്വം, ഞാൻ ചുരുക്കുകയാണ്, ബന്ധുത്വം ദളിത് ലിറ്ററേച്ചറുമായിട്ടാണെങ്കിലും ദളിത് സാഹിത്യത്തിനേക്കാൾ കുറച്ചും കൂടി തീക്ഷ്ണമാണ് ആദിവാസി ജീവിതം, ആദിവാസി സാഹിത്യം. അത് തീർച്ചയായിട്ടും നമ്മുടെ സാഹിത്യത്തിലെ എന്താ പറയുക, ചിരപ്രതിഷ്ഠ നൽകിയ അല്ലെങ്കിൽ ചിരപ്രതിഷ്ഠയുള്ള രചനകളെ, അനുഭവത്തിന്റെ വലിയ ആഖ്യാനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന കൃതികളെ പോലും അപ്രസക്തമാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദളിത് നോവൽ, ഒരു ഇങ്ങനെയുള്ള ഒരു ആദിവാസി ആത്മകഥയിൽ പറയുന്നുണ്ട്, ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അദ്ദേഹം താമസിക്കുന്നത് പശുവിന്റെ കൂടെ ആലയിൽ തന്നെയാണ്. രണ്ട് സ്ഥലത്തല്ല കിടക്കുന്നത്, അത്രയേറെ ചെറിയ വീട്. അപ്പോ നല്ല തണുപ്പുള്ള രാത്രിയില് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് പശു മൂത്രം ഒഴിക്കുന്നുണ്ട്. ആ മൂത്രം ഒഴിക്കുമ്പോഴും അദ്ദേഹം മാറിക്കിടക്കുന്നില്ല. മാറിക്കിടക്കാത്തതിന്റെ കാരണം ആ ചൂടുള്ള മൂത്രം ശരീരത്തിൽ പതിയുമ്പോൾ കിട്ടുന്ന ഒരു ചൂടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ അതേപോലെ തന്നെ ഇന്ത്യയിലെ പിന്നെ കുറ്റവാളി ഗോത്രങ്ങൾ എന്ന് ബ്രിട്ടീഷുകാർ തരംതിരിച്ച ചില ആദിവാസി വിഭാഗങ്ങളുണ്ട്. അത്തരം ആദിവാസി വിഭാഗങ്ങളിൽ നിന്നും ഇപ്പൊ ധാരാളം എഴുത്തുകാർ വന്നു കഴിഞ്ഞു. അതില് പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലിസ്റ്റ് പോലും ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതം ഇപ്പോഴും അവരെ കുറ്റവാളികളായിട്ടാണ് കാണുന്നത്. ബ്രിട്ടീഷുകാർ അവരെ എതിർത്ത ചില ഗോത്രങ്ങളെയാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചതെങ്കിലും ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അതേ അവസ്ഥയിൽ അവർ തുടരുകയാണ്. അപ്പൊ അതിലൊക്കെ പറയുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നമ്മെ പൊള്ളിക്കുന്നതാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത, കാണാത്ത, അറിയാത്ത ഒരു ലോകത്തിലേക്ക്, നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന എന്താ പറയുക, സമ്പൂർണ്ണ മനുഷ്യ പദവി കിട്ടാത്ത, സമ്പൂർണ്ണ പൗരത്വം ഇപ്പോഴും കിട്ടാത്ത ഒരു ജനതയുടെ ആവിഷ്കാരം എന്ന നിലയിൽ സബാൾട്ടൻ ലിറ്ററേച്ചറിൽപ്പെട്ട ഈ ആദിവാസി സാഹിത്യം വരും കാലത്ത് നമ്മുടെ ഭാഷയെയും സാഹിത്യത്തെയും നമ്മുടെ സാംസ്കാരിക പഠനങ്ങളെയും പൊതുമണ്ഡലത്തെയും ശക്തിപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ വരുമ്പോഴാണ്, അതും കൂടെ വരുമ്പോഴാണ് നമ്മുടെ സാഹിത്യത്തിന്റെ പൊതുമണ്ഡലം ജനാധിപത്യവൽക്കരിക്കപ്പെടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സമയമേറെ വൈകി എന്നതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങൾ എന്നല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യാം. ഇവിടെ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ അതൊന്ന് നോക്കാം. ഒരു ചോദ്യം ഇതാണ്: ദളിത് സാഹിത്യത്തിൽ നിന്ന് ആദിവാസി സാഹിത്യത്തെ മറ്റൊരു ധാരയായി നിലനിർത്താൻ എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആദിവാസി എഴുത്തുകാരിൽ പലരും തങ്ങൾക്ക് സവിശേഷമായ ഒരു അസ്തിത്വമുണ്ട് എന്ന്
തിരിച്ചറിയും. ഞങ്ങളുടേത് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോ അംബേദ്കർ, ഫുലെ അല്ലെങ്കിൽ പോസ്റ്റ് അംബേദ്കറിസ്റ്റ് ആശയങ്ങൾ ഗോപാൽ ഗുരു അടക്കമുള്ള ആളുകൾ പങ്കുവെച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശയധാരയിൽ നിന്നുകൊണ്ടാണ് പല എഴുത്തുകാരും അവരുടെ ഒരു ഐഡിയോളജി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംവാദാത്മകമായ ഒരു വിഷയം തന്നെയാണ്. അംബേദ്കർ ആദിവാസികളെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം പറയുന്ന കാലത്ത് ആദിവാസികളുടെ ജീവിതം ഒരു മനുഷ്യ പദവിയിൽ പോലും വേണ്ടത്ര എത്തിയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് തന്നെ അംബേദ്കറിസ്റ്റ് ആശയങ്ങൾ അവരുടെ വിമോചനത്തിന് ഉപയോഗിക്കാം. കാരണം ഒരേ പൊതു ആയിട്ട് രണ്ടിനും ദളിത് ആദിവാസിക്ക് ഒരേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്. എന്നാലും അതിൽ നിന്ന് ഏറെ ഡിഫറെന്റ് ആണ് ആദിവാസി ജീവിതം. കാരണം കാടുമായിട്ടൊക്കെ ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന വിഭാഗങ്ങളാണ് ആദിവാസികൾ. ദളിത് വിഭാഗങ്ങൾ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ് ആദിവാസികളെ വെച്ച് നോക്കുമ്പോൾ. ആ അർത്ഥത്തിൽ നമുക്ക് ആദിവാസി സാഹിത്യത്തെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യൂട്യൂബിൽ നിന്നുള്ള ചോദ്യം, സാഹിത്യത്തിൽ ആദിവാസി സാഹിത്യം എന്ന പേര് തന്നെ ഒരു വേർതിരിവല്ലേ? നമുക്ക് വേർതിരിവല്ലേ എന്ന ഈ ചോദ്യം ഞാൻ ഇങ്ങനെ കാണുന്നു. അങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച്, നമ്മുടെ പൊതു സൗന്ദര്യ കാഴ്ചപ്പാടനുസരിച്ച്, അത് ഞാൻ ഇൻവെർട്ടഡ് കോമയിലാ പറയുന്നത്. മുഖ്യധാര എന്നൊക്കെ പറയുന്നതും ഇൻവെർട്ടഡ് കോമയിൽ പറയേണ്ടതാണ്. കാരണം ഏതാണ് മുഖ്യധാര, ഏതാണ് മുഖ്യമല്ലാത്ത ധാര എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോ അങ്ങനെ ഒരു ധാരയില്ല. അങ്ങനെ ഒരു ധാരയുണ്ടെങ്കിൽ അത് സാർവലൗകിക മുതലാളിത്തത്തിന്റെ ധാരയാണെന്ന് എം.എൻ. വിജയൻ പറയുന്നുണ്ട്. ആ മുഖ്യധാരയിൽ കുത്തിയൊഴുകി കാണാതായി പോകാനുള്ളതല്ല ഇവിടുത്തെ ആദിവാസി ജീവിതങ്ങൾ എന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു സൗകര്യത്തിന് വേണ്ടിയാണ്, ഇതൊക്കെ ഒരു അക്കാഡമിക് പർപ്പസ് കൂടി ഇതിലുണ്ട്. എന്നാലും ആദിവാസിക്ക് അവന്റേതായ അനുഭവ ലോകവും അവന്റേതായ സൗന്ദര്യ സങ്കല്പവും അവന്റേതായ ഒരു ലോകവീക്ഷണമുണ്ട്. അതിൽ ഊന്നി നിന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഈസ്റ്റേൺ വെസ്റ്റേൺ സാഹിത്യ സങ്കല്പങ്ങൾക്ക് പുറത്തു നിന്നുകൊണ്ട് നമ്മൾ സാഹിത്യത്തിന്റെ കേന്ദ്രസ്ഥലയിൽ നിന്ന് മാറ്റി നിർത്തിയ ഭാഷയെയും അനുഭവത്തെയും സാഹിത്യത്തിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹിത്യധാര എന്ന നിലക്ക് നമുക്കതിനെ കാണാൻ പറ്റും. അതിനെ ഞാൻ കഴിഞ്ഞ ദിവസം നോട്ടീസ് ചെയ്യുമ്പോൾ പറഞ്ഞു, നമുക്ക് അതിന് ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ അബോർജിൻ എന്ന് കൊടുത്താൽ മതി എന്ന്. അബോർജിൻ ലിറ്ററേച്ചർ എന്നൊരു പ്രയോഗവും അതിനുണ്ട്. പിന്നെ വേറൊരു ചോദ്യം, ഭാഗ്യ തടത്തിൽ കഥ, ഓർമ്മക്കുറിപ്പുകൾ, ആത്മകഥ എന്നീ ഭാഗങ്ങളിൽ രചനകൾ വന്നിട്ടുണ്ടോ? ഒരു സെക്കൻഡ്. മലയാളത്തിൽ അത്തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോയ്സൺസ് ബ്രെഡ് എന്ന കൃതിയാണിത്. ഈ പുസ്തകത്തിലുള്ളത് മറാഠി ദളിത് ലിറ്ററേച്ചർ, മോഡേൺ മറാഠി ദളിത് ലിറ്ററേച്ചർ എന്നാണ് നൽകിയിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പകുതിയും ഓർമ്മക്കുറിപ്പുകളിലുള്ള ഏറ്റവും തീക്ഷ്ണമായ ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യ ഭാഗത്ത് കുറെ ചെറിയ അല്ലെങ്കിൽ ചെറുതും വലുതുമായ കുറെ കവിതകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്ത കവിതകളുടെ ഒക്കെ ഒരു പ്രശ്നം ട്രാൻസ്ലേഷന് വഴങ്ങാത്ത നിരവധി അവരുടെ ഗ്രാമ്യമായ പദങ്ങൾ ഇതിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഷാ പദങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഇതിൽ അടിക്കുറിപ്പോടെ വിശദീകരിച്ചിട്ടുമുണ്ട്. നമ്മുടെ മലയാളത്തിലെ പല ദളിത് കവികളും അങ്ങനെ സ്വന്തമായൊരു ഭാഷ രൂപീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. സർ, കേരളത്തിലെ ആദിവാസി സാഹിത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് താങ്കളുടെ വീക്ഷണം എന്താണ്? തീർച്ചയായിട്ടും വലിയ ഭാവിയുണ്ട്. അശ്വിനി ആർ ജീവനാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആളാണ്. ആദിവാസി കവികളെ കുറിച്ച്, ആദിവാസി ഭാഷയിൽ എഴുതുന്ന കവികളെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷകയാണ് അശ്വിനി ആർ ജീവൻ. കവയത്രിയാണ്, അധ്യാപികയാണ്. അവര് തീർച്ചയായിട്ടും ഭാവിയുണ്ട്. കാരണം അതിനാണ് ഇനി ഭാവി. നമ്മൾ സമീപകാലം വരെ പറഞ്ഞിരുന്ന പുരോഗമന സാഹിത്യം, അതാണല്ലോ ഏറ്റവും ജീവിതാവിഷ്കാരം എന്നൊക്കെ പറഞ്ഞിരുന്നത്, യഥാതഥാവിഷ്കാരം. അതേപോലെ തന്നെ ആ പറഞ്ഞതിന്റെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു ദളിത് സാഹിത്യമെങ്കിൽ അതിൽ നിന്നുമുള്ള ഒരു മുന്നേറ്റമാണ് ആദിവാസി സാഹിത്യം. ആദിവാസി സാഹിത്യത്തെയും ദളിത് സാഹിത്യത്തെയും ഒക്കെ തന്നെ പുരോഗമന സാഹിത്യം എന്ന കള്ളിയിൽ നമ്മൾ പറയുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ആ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഭാവിയുണ്ട്. ചോദ്യം വളരെ പ്രസക്തമാണ്. അതൊരിക്കലും തന്നെ ഇനി പിന്നോട്ടല്ല, മുമ്പോട്ടാണ് ആ എഴുത്തുകാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഭാവിയുണ്ട്. ഡോക്ടർ രാജേഷ് എം.ആർ. യൂട്യൂബിൽ നിന്നുള്ള ചോദ്യം, ദളിത് സാഹിത്യത്തിൽ നിന്ന് ആദിവാസി സാഹിത്യം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഞാൻ പറഞ്ഞത് അത് ആവിഷ്കാരത്തിലും ജീവിതാനുഭവത്തിലും സൗന്ദര്യശാസ്ത്രപരമായും ഏറെ വിഭിന്നമാണ്. കാരണം ദളിത്
വിശ്വാസങ്ങൾ പലപ്പോഴും സവർണതയോട് ഏറെക്കുറെ ഒട്ടി നിൽക്കുമ്പോൾ ആദിവാസി സാഹിത്യം, ആദിവാസി ജീവിതം, വിശ്വാസം, ആചാരം ഇതൊക്കെ ബഹുദൂരം അതിൽ നിന്ന് അകലെയാണ് നിൽക്കുന്നത്. കാരണം സമീപകാലത്ത് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയതോടു കൂടിയാണ് ഇവരെയൊക്കെ ഹിന്ദു എന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുപോയത്. ആദിവാസിക്ക് ഇപ്പോഴും അതൊന്നുമല്ല, അവർക്ക് അതൊന്നും അറിയ പോലുമില്ല. അവർക്ക് അവരുടേതായ ലോകവും ജീവിത വീക്ഷണവും സാഹിത്യ സങ്കല്പവും ഒക്കെ ഉണ്ട്. അത് ദളിത് സാഹിത്യത്തിൽ നിന്നും ഏറെ വിഭിന്നമാണ്. അതുകൊണ്ട് അതിന് സവിശേഷമായ ഒരു അസ്തിത്വമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദിവാസി സാഹിത്യത്തിൽ ചരിത്രത്തെ എങ്ങനെ നോക്കിക്കാണാം? ആദിവാസി സാഹിത്യത്തിൽ ഹസീന അൻവർ. അപ്പോ ആദിവാസി സാഹിത്യത്തിൽ ചരിത്രം അവരുടെ ഒരു വിഷയം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ പുരാണ ഇതിഹാസങ്ങളെ അവർ മറ്റൊരു രീതിയിൽ വായിക്കുന്നു. ഞാനൊരു കവിത കോട്ട് ചെയ്തിരുന്നു നേരത്തെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ആ കവിതയിൽ പറയുന്നത്, മനുവിനെ മുറ്റത്തെ ആര്യവേപ്പിൽ തല കീഴായി കെട്ടിത്തൂക്കി ഞാൻ അയാളുടെ രക്തധമനികൾ കുത്തിക്കീറി നോക്കും, എന്റെ പൂർവികരുടെ എത്ര രക്തം അയാൾ കുടിച്ചിട്ടുണ്ട് എന്നറിയാൻ എന്നാണ്. തീർച്ചയായിട്ടും അതൊരു ചരിത്രത്തെ തിരിച്ചുപിടിക്കലാണ്. തങ്ങളെ അടിമകളാക്കിയവരെ ആരാണ് എന്നതിന്റെ ഒരു തിരിച്ചറിവാണ്. ആ രീതിയിലുള്ള ചരിത്രം നമുക്ക് അവരുടെ ഇടയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആദിവാസി സാഹിത്യത്തിൽ ചരിത്രത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ആ കവിതയെ കാണുന്നത്. അതുകൂടാതെ ദളിത് എന്നതുപോലെ തന്നെ ആദിവാസി എഴുത്തുകാർ, അത് കവികളോ നോവലിസ്റ്റുകളോ അല്ലാത്തവരും കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 2011 ആസാമിലെ 2 ആദിവാസി വിഭാഗങ്ങൾ നടത്തിയ ഒരു ഇന്റർനാഷണൽ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. മിഷിങ്, അഹോം എന്ന 2 വിഭാഗങ്ങൾ. അതില് അമർത്യ സെന്നും പങ്കെടുത്തിരുന്നു. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്നും മറ്റ് ചൈനയിൽ നിന്നും അതേപോലെ തന്നെ നമ്മളെ നൈബറിംഗ് കൺട്രീസിൽ നിന്നൊക്കെയുള്ള നിരവധി എഴുത്തുകാരും മറ്റും പങ്കെടുത്തിരുന്നു. പ്രത്യേകിച്ച് ഈ മിഷിങ്, അഹോം, ടി ട്രൈബ്സ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളിൽപ്പെട്ടവര്. അപ്പോൾ അവരുടെ ഭാഷയ്ക്ക് സ്വന്തമായിട്ട് ഡിക്ഷണറികൾ നിർമ്മിച്ചിട്ടുണ്ട്. അവരുടെ വിഭാഗങ്ങളെ കുറിച്ച്, ഓരോ വിഭാഗത്തെ കുറിച്ചുമുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. കേരളത്തിൽ പല ആദിവാസികൾക്കും ചരിത്രമില്ല. അവർക്ക് അവരുടെ മിത്തുകളിലും കഥകളിലും പാട്ടുകളിലുമാണ് അവരുടെ ചരിത്രം കിടക്കുന്നത്. ഇപ്പൊ പഴശ്ശി രാജാവിന്റെ കൂടെ പൊരുതിയ ആളുകൾ, അല്ലെങ്കിൽ പഴശ്ശിയോടുകൂടി ആരംഭിക്കുന്നതാണ് വയനാട്ടിലെ കുറിച്യരുടെ ചരിത്രം എന്ന രീതിയിലാണ് പലരും എഴുതിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ വിഭാഗമായ പണിയരുടെ ചരിത്രം, അവർക്ക് ഇന്നൊരു ലിഖിത ചരിത്രം ഇല്ല. അതൊക്കെ അവർ പറയുന്ന കഥകളിൽ നിന്നുള്ള ചില അല്പസ്വല്പം എടുത്ത് തയ്യാറാക്കിയത് മാത്രമാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അവരുടെ ചരിത്രത്തെ അവർ തന്നെ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അതിന് കണ്ടെത്താനുള്ള മെത്തഡോളജിയും ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. സബാൾട്ടൻ ഹിസ്റ്ററിയിൽ, അതേപോലെ തന്നെ ഈ വാമൊഴിയിൽ നിന്ന് പോലും നമുക്ക് ചരിത്ര നിർമ്മാണം സാധ്യമാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കീഴാള ജ്ഞാനബോധത്തെ സംബന്ധിച്ച പഠന ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? സുസി താരുവിന്റെ പുസ്തകം ഞാൻ പറഞ്ഞു, ഗോപാൽ ഗുരുവിന്റെ വർക്കുകളുണ്ട്. ആ രീതിയിൽ ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ ഞാൻ നേരത്തെ ഇവിടെ കാണിച്ച പോയ്സൺസ് ബ്രെഡിന്റെ അവസാന ഭാഗത്തും ആ രീതിയിലുള്ള കുറച്ച് പഠനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറെ പുസ്തകങ്ങൾ ഇപ്പോ ഇതിൽ തന്നെ ബാക്കിൽ കൊടുത്തതായി കാണുന്നുണ്ട്. റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന പുസ്തകം, അതുപോലെ 3 കമ്പാനിയൻസ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ പുസ്തകങ്ങൾ. മലയാളം സത്യത്തിൽ നമ്മൾ എല്ലാറ്റിലും മലയാളി മുമ്പിലാണെന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. 36 ആദിവാസി വിഭാഗങ്ങൾ കേരളത്തിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോഴും നമ്മൾ ഏറെക്കുറെ അവരെ കുറിച്ച് അജ്ഞരാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, പക്ഷേ ഈ വെബിനാറിൽ ഒരാൾ പങ്കെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം ഇതിൽ എത്തിയോ എന്ന് എനിക്കറിയില്ല. മണികണ്ഠനെ കുറിച്ചൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. 87,000 പേരുള്ള പണിയ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ MBA-കാരനാണ്. ഒരുപക്ഷെ ഞാൻ ഇതിന്റെ ലിങ്ക് അയച്ചിരുന്നു. മണികണ്ഠൻ ഇതിൽ കയറിയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ വെറ്റിനറി സർവകലാശാലയിൽ ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസവും മറ്റും നേടി വരുന്ന ആളുകൾ അവരുടെ ജീവിതം പറയുന്ന ഒരു ഘട്ടം അടുത്ത് തന്നെ വരും. അപ്പോ അനുഭവ ലോകവും നമുക്ക് കിട്ടും ഏറെ വൈകാതെ. അപ്പോ കീഴാള പഠനങ്ങൾ എന്ന രീതിയിൽ വളരെ കുറച്ച് പഠനങ്ങളെ വന്നിട്ടുള്ളൂ എങ്കിലും PG പത്മിനിയുടെ PhD വർക്കിനെ ഞാൻ കാണുകയാണ്. അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് കൂടെ തന്നെ എനിക്കേറെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ഒരു പുസ്തകം അടുത്ത മാസം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പേര്
വയനാട്ടിലെ ആദിവാസികൾ ചരിത്രവും വർത്തമാനവും എന്നാണ്. 12 ആദിവാസി വിഭാഗങ്ങളുടെ സോഷ്യോ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഒരു 320ഓളം പേജുള്ള ഒരു വർക്കാണ്. മറ്റൊരു ചോദ്യം, പിൽക്കാല സാഹിത്യ ചരിത്രങ്ങളിൽ ആദിവാസി സാഹിത്യം കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമുക്കറിയാം, ഒരു 50 വർഷം മുമ്പ് മലയാളത്തിലുള്ള ആദിവാസി സാഹിത്യം എന്ന് പറയുന്നത് അവരുടെ നാടൻ പാട്ടുകളും അവരുടെ വാമൊഴിയിലുള്ള സാഹിത്യ സമ്പത്തായിരുന്നു. അത് ശേഖരിക്കാനുള്ള പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. ഇപ്പൊ സോമശേഖര മാഷിന്റെ വയനാട്ടിലെ ആദിവാസി പാട്ടുകൾ എന്നൊക്കെയുള്ള ഏതാനും പുസ്തകങ്ങളെ, വിരലിൽ എണ്ണാവുന്ന വർക്കുകളെ ഈ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ളൂ. അതൊന്നും അല്ല, അതിനൊക്കെ അപ്പുറം ധാരാളം പാട്ടുകൾ ഇനിയും, പഠനങ്ങൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. അപ്പൊ സാഹിത്യ ചരിത്രങ്ങളിൽ ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രം മുതൽ എരുമേലി പരമേശ്വരൻ പിള്ളയുടെ സാഹിത്യ പ്രസ്ഥാനം, കാലഘട്ടങ്ങളിലൂടെ എന്ന ആ പുസ്തകം വരെയുള്ള പുസ്തകങ്ങളിൽ ഒന്നും തന്നെ ഈ ആദിവാസി സാഹിത്യത്തെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല. അതിന്റെ ഒരു പരിമിതി ഇതാണ്. ഒരു നാരായണനെ നമുക്കുള്ള നോവലിസ്റ്റ്, ഈ കവികൾ എന്ന് പറയാവുന്ന ആദിവാസി കവികളായിട്ട് നമ്മൾ പറയുന്ന 10-12 പേര് അല്ലെങ്കിൽ ഒരു 15 പേര് ഒരു 2-3 വർഷത്തിന്റെ ഇടയിൽ, ഒരു 5 വർഷത്തിന്റെ ഇടയിലാണ് നമ്മുടെ ഭാഷയിൽ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത്. ഇപ്പോ പി രാമൻ അവരിൽ ഒരു 6 പേരെ കുറിച്ച്, 6-7 പേരെ കുറിച്ച് ഭാഷാഭൂഷണിയിൽ എഴുതിയ ഒരു ലേഖനമാണ് ആദ്യത്തെ ഒരു പഠനം. അതേപോലെ ഇന്ദു മേനോൻ ദേശാഭിമാനി വീക്കിലിയുടെ കാടും കവിതയും എന്ന ഒരു പതിപ്പിൽ ഒരു 10-15 കവികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആദിവാസി ഭാഷയിൽ എഴുതിയ കവിതകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റിക്കൊണ്ട് ഇന്ദു മേനോൻ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അത് രണ്ടുമാണ് ഞാൻ കണ്ട ഒരു സാഹിത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന, കവിതയിൽ അവരുടെ ഇടം അടയാളപ്പെടുത്തുന്ന 2 പ്രധാന വർക്കുകളായിട്ട് ഞാൻ കണ്ടത്. മറ്റൊന്ന് ഉറവും കനവും എന്ന ഈ പുസ്തകം. ഇതിൽ ആദിവാസി ഭാഷ, സംസ്കാരം, സാഹിത്യം. ഇത് ഡോക്ടർ ടി പവിത്രനാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയത്. ഇത് പബ്ലിഷ് ചെയ്തത് വിദ്യാർത്ഥി പബ്ലിക്കേഷനാണ്. ഈ പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള കുറെ ലേഖനങ്ങളുണ്ട്. ആദിവാസി സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച്, ആദിവാസി സാഹിത്യത്തെക്കുറിച്ചൊരു 25 പേജ് വരുന്ന ഒരു ആർട്ടിക്കിൾ എൻ്റെതും ഇതിലുണ്ട്. അപ്പൊ അതാണ് ഞാൻ കണ്ട സമീപകാലത്തുള്ള ചെറിയ ഒരു എളിയ പ്രവർത്തനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരേ സമയം സവർണ അവർണ ആധിപത്യം പേറുന്ന ഒരു മിത്തിക്കൽ പരിവേഷമാണ് കണ്ണകിക്കുള്ളത്. മറ്റ് ഇതിഹാസ സ്ത്രീ കഥാപാത്രങ്ങളെക്കാൾ ആദിവാസി സാഹിത്യത്തിൽ ഇത്രയേറെ പ്രാധാന്യം കണ്ണകിക്ക് കൈവന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇതിൽ സംഘകാലത്തിന്റെയോ കുടിയേറ്റങ്ങളുടെയോ എന്തെങ്കിലും സ്വാധീനമുണ്ടോ? ചോദ്യം പ്രസക്തമാണ്. പക്ഷെ കണ്ണകി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആദിവാസി എന്നത് ഒരൊറ്റ വിഭാഗമല്ല. കേരളത്തിൽ ഞാൻ പറഞ്ഞു 36 വിഭാഗം ഔദ്യോഗികമായി, ഇന്ത്യയിൽ 450ഓളം വിഭാഗങ്ങൾ. അപ്പോൾ ഈ 450 തരത്തിലാണ്, ഒന്നല്ല. കണ്ണകി എന്നത് ഏതാനും വിഭാഗങ്ങൾ പങ്കുവെക്കുന്ന ഒരു മിത്തിക്കൽ അല്ലെങ്കിൽ ഒരു സവർണ അവർണ ആധിപത്യം പേറുന്ന ഒരു മിത്തിക്കൽ പരിവേഷമുള്ള കഥാപാത്രം തന്നെയാണ്. അപ്പോ അതിന് പല കാരണമുണ്ടാകും. ഞാനത് വേണ്ടത്ര നിരീക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കതിന് വേണ്ടത്ര പറയാൻ കഴിയില്ല. ഞാനത് മറ്റൊന്ന്, നല്ല സന്തോഷം, നല്ല അവതരണം ഒക്കെ പറയുന്നുണ്ട്. തീരദേശീയ ജനതയുടെ സംസ്കാരത്തെയും സാഹിത്യത്തെയും ദളിത് സാഹിത്യ പരിപ്രേക്ഷ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ സാർ? അത് അതിലൊരു കവി നമുക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ടത്, ഞാൻ ഉദ്ദേശിക്കുന്നത് കടപ്പുറത്ത് വീടുള്ളത് കൊണ്ട് അവിടുന്ന് ഇരുന്ന ഒരാൾ എന്ന അർത്ഥത്തിലല്ല. കടലനുഭവങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും അരയ സമുദായത്തെ അടക്കം അവരെ മാറ്റി നിർത്തുന്ന ഒരു രീതി സമീപകാലം വരെ ഉണ്ടായിരുന്നു. അപ്പോ അത്തരം വിഭാഗത്തിൽ നിന്ന് ഇപ്പൊ ഒരു കവി നമുക്കുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നു, വേണേ അശ്വിനിക്കൊക്കെ പറയാൻ പറ്റും ഇതിലുള്ളത് കൊണ്ട്. അതിന്റെ അനുഭവം വേറൊന്നാണ്. തീരദേശത്തുള്ള ജനതയുടെ സംസ്കാരവും സാഹിത്യവും അത് തീർച്ചയായിട്ടും സബാൾട്ടനാണ്. അത് നമുക്ക് നേരത്തെ കാഞ്ചേലയ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് ആ ബഹുജൻ എന്ന കാറ്റഗറിയിൽ അവർ വരുന്നുണ്ട്. അടിച്ചമർത്തപ്പെട്ട, മറ്റൊരർത്ഥത്തിൽ മാറ്റി നിർത്തപ്പെട്ട ജനതയാണ്. എങ്കിലും അവരുടെ ജീവിതാനുഭവം എന്നത് മറ്റൊന്നാണ്. അതുകൊണ്ട് നമുക്കതിനെ, ഞാൻ പറയുന്നത്, മറ്റൊരു കാറ്റഗറിയിലേക്ക് തന്നെ ഉൾപ്പെടുത്താൻ പറ്റും. അതിനെ ആദിവാസി സാഹിത്യത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ദളിത് എന്ന പരിപ്രേക്ഷ്യത്തിൽ അതിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. ദളിതിന്റെ കാറ്റഗറിയിലാണ് അത് ഒരർത്ഥത്തിൽ പെടുന്നത്. ലക്ഷദ്വീപ് പോലെയുള്ള ആദിവാസി വിഭാഗങ്ങളുടെ സാഹിത്യവും ചരിത്രവും കണ്ടെടുക്കപ്പെട്ടതല്ലേ?
നല്ല ചോദ്യമാണ് ഷാഹിന. ലക്ഷദ്വീപ് നമുക്കറിയാം 100% മുസ്ലിങ്ങളാണ് അവിടെയുള്ളത്. കേന്ദ്ര സർക്കാർ അവരെ ആദിവാസികളായിട്ടാണ് പരിഗണിക്കുന്നത്. SC-യുടെ പരിഗണനയിലാണ് അവരെ കാണുന്നത്. എന്താ പറയാ, ഷെഡ്യൂൾഡ് ട്രൈബാണ് അവര്, ST ആണ്. അതിനുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതം ഒരു സവിശേഷമായ ഒരു ഭൂഖണ്ഡത്തിൽ ഒരു ചെറിയ സ്ഥലത്ത് ഭൂപ്രദേശത്ത് ഒതുങ്ങുന്നതാണ് അവരുടെ ലോകവും അവരുടെ സംസ്കാരവും ജീവിതവും ഒക്കെ. അതുകൊണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ അവരിൽ ഒരു ട്രൈബൽ അംശമുണ്ട്. അപ്പോ ആ വിഭാഗത്തിന്റെ സാഹിത്യം ധാരാളം ഇപ്പോ വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ലക്ഷദ്വീപ് കലാ അക്കാദമിയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന, അവിടുത്തെ സാഹിത്യ അക്കാദമിയാണ്, അവിടുത്തെ യൂണിവേഴ്സിറ്റി സെന്ററിൽ പ്രൊഫസറായിരുന്ന, പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ മുല്ലക്കോയ എഴുതിയ ലക്ഷദ്വീപിലെ നാടൻ പാട്ടുകളെ കുറിച്ചും നാടൻ കഥകളെ കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ശേഖരിക്കുവാനുള്ള ധാരാളം ശ്രമങ്ങൾ സമീപകാലത്തുണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപിൽ നിന്ന് ഇപ്പൊ ധാരാളം കുട്ടികൾ നമ്മുടെ നാട്ടിൽ വന്ന് പഠിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ PhD-യും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലക്ഷദ്വീപിലുള്ള ജനതയുടെ സാഹിത്യം, അതിൽ നല്ലൊരു ശതമാനവും ഒരു മാപ്പിളപ്പാട്ടിന്റെ ട്രഡീഷനിൽ പോകുന്ന പാട്ടുകൾ അവിടെയുണ്ട്. ഒരു 5 വർഷം മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായ ഡോക്ടർ ഉമർ തറമലും എൻ്റെ സുഹൃത്തായ മൻസൂർ അലിയും ഞാനും അവിടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി പോയിരുന്നു. അന്ന് ഞങ്ങള് അവിടെ പോയി കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കലാരൂപങ്ങളും പാട്ടുകളും ഒക്കെ, കൈമുട്ടിപ്പാട്ട്, കാറ്റുവിളിപ്പാട്ട്, അതേപോലെ കോൽക്കളിപ്പാട്ടുകൾ, ഇങ്ങനെ പലതും, ഒലക്കമുട്ട്, കൈമുട്ടിപ്പാട്ട്, ഇങ്ങനെ പലതും. അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടുത്തെ ഒരു തനിമയുള്ള കലാരൂപങ്ങളാണ്. അവരൊക്കെ ഉപയോഗിക്കുന്നത് ഒരു തരം നാടൻ പാട്ടിന്റെ ഇനത്തിലുള്ള മാപ്പിളപ്പാട്ട് തന്നെയാണ്. മറ്റൊരു ചോദ്യം, ആഫ്രിക്കക്കാരുടെ ചായയുണ്ട് എന്ന് പറയുന്ന ആദിവാസി വിഭാഗമാണ് പണിയർ എന്ന് പറയാറുണ്ടല്ലോ, അതിൽ എത്രത്തോളം ശരിയുണ്ട്? തീർച്ചയായിട്ടും ശരിയുണ്ട്. പണിയരുടെ ഫീച്ചേഴ്സ്, അവര് നിഗ്രിറ്റോ വംശത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഫീച്ചേഴ്സ് ശ്രദ്ധിച്ചു നോക്കുക. കറുത്ത രൂപം, കുറിയ രൂപം, പരന്ന മൂക്ക്, ചുരുളം മുടി, വിടർന്ന ചുണ്ടുകൾ, ഇതൊക്കെ തന്നെ ആഫ്രിക്കൻ ഫീച്ചേഴ്സ് ആണ്. അതെങ്ങനെ നമ്മുടെ നാട്ടിൽ, ഇപ്പൊ വയനാട്ടിലാണ് മുഖ്യമായിട്ടും പണിയരുള്ളത്, എങ്ങനെ രൂപപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന എന്റെ പുസ്തകത്തിൽ അതില് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ജിനോം കോഡ് വായിച്ചതിന് ശേഷമുള്ള ചില പഠനങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില ആർഗ്യുമെന്റുകളാണ്. ആ ആർഗ്യുമെന്റുകൾ അനുസരിച്ച് എന്താ പറയാ, അവർക്ക് നമ്മുടെ നാട്ടിലെ ആദിവാസികൾക്ക് കാണുന്ന സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം അവിടുത്തെ ചില ഗോത്ര വിഭാഗങ്ങൾക്ക് കാണുന്നുണ്ട്. വില്യം ലോഗൻ മലബാർ മാനുവലിൽ ഒരിടത്ത് പറയുന്നുണ്ട്, കപ്പൽ ഛേദത്തെ തുടർന്ന് ഇവിടെ എത്തിയ ആഫ്രിക്കയിലെ അടിമകളാണ് അവര് എന്ന്. എനിക്ക് തോന്നുന്നത് അതൊരു കപ്പൽ ഛേദം കൊണ്ട് മാത്രമാവില്ല, മറിച്ച് അറബികളും മറ്റും കേരളത്തിലേക്ക് വരുമ്പോ അവര് ചെയ്തിരുന്നത് ഇവിടെ ഇവിടുന്ന് വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി അവരുടെ കൂടെ അടിമകളും വന്നിരിക്കാം. ഇങ്ങനെ വരുന്ന അറബികൾ, അതേപോലെ മറ്റ് രാജ്യക്കാർ ഇവിടെ ഒരു വർഷമൊക്കെ താമസിക്കാറുണ്ട്. അവരിവിടുന്ന് കല്യാണങ്ങൾ കഴിച്ചിരുന്നു. അപ്പോ കാരണം ഇവിടെ കുരുമുളകിന്റെ സീസൺ കഴിഞ്ഞു പോയിട്ടുണ്ടാവും ചിലപ്പോൾ അവർ വരുമ്പോ. അപ്പൊ അവര് തിരിച്ചു പോകുന്നില്ല, ഒരു വർഷം കഴിഞ്ഞ് വാങ്ങിയിട്ടാണ് അവര് തിരിച്ചു പോകുന്നത്. അവരുടെ കൂടെ വന്നവരുടെ പിൻഗാമികളാവാം ഒരർത്ഥത്തിൽ ഈ വിഭാഗങ്ങള്. ഇങ്ങനെയുള്ള പല നിഗമനങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് അടിമകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഇപ്പോ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ അടുത്ത് വന്ന ഒരു ഇംഗ്ലീഷ് പഠനത്തിൽ കണ്ട ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ ഇല്ല രാജാക്കന്മാര് തന്നെ, ഇപ്പൊ സാമൂതിരിമാരടക്കം പറയരെയും പുലരെയും യൂറോപ്പിലേക്ക് വിറ്റിരുന്നു എന്ന കാര്യം ഈ അടുത്ത ഒരു പുസ്തകത്തിൽ വായിച്ചു. ഈ രീതിയിലുള്ള അടിമ കച്ചവടവും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ അവരിവിടെ എത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊരു നീണ്ട വിഷയമാണ്. ഏതായാലും എന്റെ പുസ്തകം ഇറങ്ങുമ്പോൾ അതൊന്ന് റെഫർ ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ അതിനെ കുറച്ചും കൂടെ വിശദമായിട്ട് അതിൽ വിശകലനം ചെയ്യുന്നുണ്ട്. സമയപരിമിതിയായി. മാഷിന് നന്ദി പറയുന്നതിനായി നിമിഷയെ ക്ഷണിക്കുന്നു. സർ പറഞ്ഞോട്ടെ. ശ്രീ കേരളവർമ്മ കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗവേഷകകൂട്ടം സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് കോഴിക്കോട് ഫാറൂഖ് കോളേജ് മലയാള വിഭാഗം മേധാവിയായ ഡോക്ടർ അസീസ് തിരുവണ്ണ മാഷാണ്.
ആദിവാസി സാഹിത്യം, പ്രത്യയശാസ്ത്രം, വർത്തമാനം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ഹൃദ്യമായി തന്നെ സാർ നമ്മോട് സംസാരിച്ചു. ആദിവാസി സാഹിത്യധാരയെക്കുറിച്ചും ശക്തമായ എഴുത്തുകളെക്കുറിച്ചും അറിയാൻ നമുക്ക് സാധിച്ചു. സാറിനെ കേരളോർമ്മ മലയാള വിഭാഗത്തിന്റെയും ഗവേഷണ കൂട്ടത്തിന്റെയും നന്ദി അറിയിക്കുന്നു. സാങ്കേതിക കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന നെറ്ററിവിന്റെ സാരഥിയായ ടോജോയിനോടുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവ നൽകി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഓൺലൈൻ കൂട്ടായ്മയിലെ ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അപ്പോ ഞാൻ തിരിച്ചും നന്ദി പറയാണ്. പിന്നെ ഒരാളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഒരു റെഫറൻസിനെ കുറിച്ചാണ്. എനിക്ക് ഇപ്പൊ ചർച്ച കഴിഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പൊ ഗവേഷണത്തിന്റെ ഭാഗം കൂടിയായിട്ടായിരിക്കും ആ ചോദ്യം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്തരം ആവശ്യമുള്ളവര് ആ ഒരു നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, സമയം കഴിഞ്ഞതുകൊണ്ട്. ഓക്കെ, താങ്ക് യു മാഷെ. ആവശ്യമുള്ളവർ മാഷിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഓക്കെ.